അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളായ സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സെമി കണ്ടക്ടർ ഫിസിക്സ്. ഓക്കെ, അപ്പോൾ സെമി കണ്ടക്ടർ ഫിസിക്സിൽ നമ്മൾ ഡിഫറെൻറ്റ് കേസ് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് ഒരു സെമി കണ്ടക്ടർ നമ്മൾ എന്താക്കി മാറ്റുന്നത്? അതായത് നമ്മൾ നോർമലി നമുക്കറിയാം ഒരു സോളിഡ് സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ നമ്മൾ മൂന്നായി ക്ലാസിഫൈ ചെയ്യും: കണ്ടക്ടറും, ഇൻസുലേറ്റേഴ്സ് എന്നും സെമി കണ്ടക്ടേഴ്സ് എന്നും. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സെമി കണ്ടക്ടർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അവിടെ നമുക്ക് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ട്, അതുപോലെ തന്നെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ നമ്മൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഡിഫറെൻറ്റ് കേസസിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആക്കിയ സമയത്ത് നമ്മൾ എന്ത് കിട്ടിയത്, നമുക്കവിടെ PN എന്ന് പറയുന്ന രണ്ട് ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് നമുക്കിവിടെ കിട്ടിയത്. പി ടൈപ്പ് സെമി കണ്ടക്ടറും കിട്ടി, അതുപോലെ തന്നെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ നമുക്ക് എന്ത് ചെയ്തു, അവിടെ നമ്മൾ ഒബ്റ്റെയിൻ ചെയ്തു. ഓക്കെ, പി ടൈപ്പ് സെമി കണ്ടക്ടർ ആൻഡ് ഓൾസോ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ, പി ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടി, അതുപോലെ തന്നെ എന്ത് കിട്ടി, നമുക്കവിടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഒബ്റ്റെയിൻ ചെയ്തു. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത്, നമുക്ക് എന്ത് ചെയ്യണം, ഈ പി ടൈപ്പ് സെമി കണ്ടക്ടറിനെയും എൻ ടൈപ്പ് സെമി കണ്ടക്ടറിനെയും ഒന്നിച്ച് എന്ത് ചെയ്യണം, നമുക്കതിനെ മിക്സ് ആക്കിയിട്ട്, മിക്സ് ആക്കുക മീൻസ് അതിനെ ജോയിൻ ചെയ്തിട്ട് നമുക്കവിടെ എന്ത് ഫോം ചെയ്യണം, ആ PN ജംഗ്ഷൻ ഡയോഡ്സ് അവിടെ നമുക്ക് ഫോം ചെയ്യണം. അപ്പോൾ അതാണ് നമ്മുടെ യൂണിറ്റ് 2 എന്ന് പറയുന്നത്. എന്താണ് യൂണിറ്റ് 2ന്റെ പേര് വന്നിട്ട് നമുക്കവിടെ വരുന്നത് ഇസ് കോൾഡ് ആസ് PN ജംഗ്ഷൻ. ഓക്കെ, PN ജംഗ്ഷൻ. ഓക്കെ, PN ജംഗ്ഷൻ. അപ്പോൾ അതിൽ PN ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് എപ്പോഴും നമ്മൾ ചെറിയ ക്ലാസ്സിലെല്ലാം നമ്മൾ കേൾക്കുന്നത്, പി ടൈപ്പ് മെറ്റീരിയലിനെയും എൻ ടൈപ്പ് മെറ്റീരിയലിനെയും ജോയിൻ ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് PN ജംഗ്ഷൻ ഫോം ചെയ്ത് നമ്മൾ പറയുന്നത്. പക്ഷേ വെറുതെ ഒരു ഒരു പി ടൈപ്പ് മെറ്റീരിയലിനെയും തൊട്ടടുത്തൊരു എൻ ടൈപ്പ് മെറ്റീരിയലിനെ കൊണ്ട് പ്ലേസ് ചെയ്താൽ എന്ത് ചെയ്യില്ല, അവിടെ PN ജംഗ്ഷൻ ഫോം ചെയ്യില്ല. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു കോപ്പർ മെറ്റൽ ഇരിക്കുന്നു, തൊട്ടടുത്ത് നമ്മളൊരു ഇരുമ്പ് ഇരിക്കുകയാണ്, അയൺ ഇരിക്കുകയാണ്. നമ്മൾ തൊട്ട് രണ്ടിനെ അടുപ്പിച്ച് വെച്ചാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും അവിടെ റിയാക്ഷൻ നടക്കുമോ? ഒന്നും നടക്കില്ലല്ലോ. ഓക്കെ, നമ്മൾ അതിനെ എന്ത് ചെയ്യും, വെൽഡ് ചെയ്ത് ജോയിൻ ചെയ്യാറുണ്ട്. ഓക്കെ, എന്തെങ്കിലും നമുക്ക് ആവശ്യമുള്ള മെറ്റൽ പീസിനെ ഒന്ന് ചേർന്ന് നമ്മൾ എന്ത് ചെയ്യും, അവിടെ വെൽഡ് ചെയ്യും. അപ്പോൾ അതുപോലെ ഇവിടെയും നമുക്ക് ഈ ഒരു PN ജംഗ്ഷൻ ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തല്ല, ഇത് സിമ്പിൾ ഒരു ടെക്നിക്ക് അല്ല. അല്ലെങ്കിൽ വെറുതെ ഇപ്പോൾ ഒരു നമ്മൾ സാധാരണ അങ്ങനെ പറയുമ്പോൾ അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. ഒരു പി ടൈപ്പ് മെറ്റീരിയലിനെയും ഒരു എൻ ടൈപ്പ് മെറ്റീരിയലിനെയും തൊട്ടടുത്ത് വെക്കുന്ന സമയത്ത് കൊണ്ട് അടുപ്പിച്ച് വെക്കുമ്പോൾ അവിടെ PN ജംഗ്ഷൻ ഫോം ചെയ്യും എന്നൊക്കെയാണ് നമ്മൾ സാധാരണ പറയുന്നത്. അപ്പം മുൻപ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഇങ്ങനെ ആയിരിക്കും പറഞ്ഞത്. ഓക്കെ, ശരിക്കും അങ്ങനെയല്ല. നമുക്ക് ടെക്നിക്കൽ ടേം അത് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് ആദ്യം നമ്മൾ പറയുന്നതാണ്. നമ്മളത് കുറച്ചുകൂടി അതിൻ്റെ ഇന്നർ പാർട്ടിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യണം, അവിടെ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ പി ടൈപ്പ് മെറ്റീരിയലിനെയും എൻ ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വെറുതെ കൊണ്ട് വയ്ക്കുന്ന സമയത്ത് അവിടെ എന്ത് ഫോം ചെയ്യുന്നില്ല, അവിടെ ഒരു PN ജംഗ്ഷൻ ഫോം ചെയ്യുന്നില്ല. അപ്പോൾ ഇവർ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ നമ്മൾ ഇവരെ ജോയിൻ ചെയ്യേണ്ടതായിട്ട് നമുക്ക് അവിടെ വരും. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു PN ജംഗ്ഷൻ ഡയോഡ് ഇങ്ങനെ ഫോം ചെയ്യുന്നതാണ്, ഇങ്ങനെ ഒരു ജംഗ്ഷൻ ഫോം ചെയ്യും. ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു PN ജംഗ്ഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരു ജംഗ്ഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ജംഗ്ഷൻ ഫോർമേഷൻ ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് എന്തുണ്ട്, ഒരു സർട്ടൺ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഫോർ ദ ഫോർമേഷൻ ഓഫ് PN ജംഗ്ഷൻ വി ആർ യൂസിങ് സർട്ടൺ ടെക്നിക്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ആ ഒരു ടെക്നിക്കിനെ പറയുന്ന പേരാണ് അലോയിങ്. ഓക്കെ, അലോയിങ് എന്തെന്നറിയപ്പെടാം, അലോയിങ് എന്ന് പറയാം. എന്താണ്, ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് PN ജംഗ്ഷൻ. ഓക്കെ, കോമൺ മെത്തേഡ് ഓഫ് മേക്കിംഗ് PN ജംഗ്ഷൻ എന്തെന്ന് പറയുന്നത്, അലോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു അലോയിങ് പ്രോസസ്സ്, നിങ്ങൾ അവിടെ പഠിക്കണം. ഓക്കെ, എന്തായിരിക്കും അവിടുത്തെ ഒരു അലോയിങ് പ്രോസസ്സ് എന്ന്. അപ്പോൾ നോർമലി ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മൾ സിമ്പിൾ ടേംസിൽ പറയുമ്പോൾ വെറുതെ പറയുന്നത് എങ്ങനെയാണ്, പി ടൈപ്പ് മെറ്റീരിയലിനെയും എൻ ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പരസ്പരം ചേർത്ത് വെക്കുന്നു. ആ ഒരു സമയത്ത് അവിടെ PN ജംഗ്ഷൻ ഫോം ചെയ്യുന്നു. ശരിക്കും എങ്ങനെയാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഉണ്ട്, ടെക്നിക്കിന്റെ പേരാണ് അലോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്ന അറിയാമോ, നമ്മൾ ആദ്യം അവിടെ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എടുക്കും. ഓക്കെ, എന്ത് ചെയ്യുന്നു, നമ്മളവിടെ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എടുക്കുന്നുണ്ട്. ഓക്കെ, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എടുത്തതിന് ശേഷം ഇതിന്റെ ടോപ്പ് പോർഷനിൽ നമ്മളവിടെ കുറച്ച് ഇന്ത്യൻ മെറ്റൽ വെക്കും. ഓക്കെ, എന്താ വെക്കുന്നത്, ഇന്ത്യം. ഓക്കെ, ഇന്ത്യ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇന്ത്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, ഒരു ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. ഓക്കെ, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് ഇന്ത്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യം ഈസ് എ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ അലോയിങ് പ്രോസസ് ചെയ്യാനായിട്ട് ആദ്യം എന്ത് ചെയ്യുന്നു, നമ്മളൊരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എടുക്കുന്നു. അതിനുശേഷം ഇന്ത്യം എന്ന് പറയുന്ന എലമെന്റ് നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇന്ത്യത്തിന്റെ പ്രോപ്പർട്ടി അതെന്താണ്, ഒരു ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. ഓക്കെ, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് എന്തെന്ന് പറയുന്നത്
ഇന്ത്യം എന്ന് നമ്മളവിടെ പറയുന്നത്. ഓക്കെ, ഇന്ത്യം ഷുഡ് ബി എ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി. ദെൻ ഈ ഒരു സ്മോൾ ബ്ലോക്ക് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ ടോപ്പിലാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഇന്ത്യം നമ്മളവിടെ പ്ലേസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഈ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആയ ഇന്ത്യം നമ്മൾ ഒരു എൻ ടൈപ്പ് മെറ്റീരിയലിന്റെ ടോപ്പ് പോർഷനിൽ വച്ചതിന് ശേഷം നമ്മൾ അടുത്ത പ്രോസസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യും. ഓക്കെ, ഈ സർഫസ് കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് എന്തെയിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനവിടെ നമ്മൾ ഹീറ്റ് ചെയ്യും. ഓക്കെ, ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഹീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യൻ മെറ്റൽ വെച്ചു. ഇന്ത്യൻ മെറ്റൽ വെച്ചതിന് ശേഷം ഇത് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ ഹീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇത് ഹീറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 500°C നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഹീറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ പറയുന്നത് നമ്മളൊരു പി എൻ ജംഗ്ഷന്റെ ഫാബ്രിക്കേഷൻ ടെക്നിക്കാണ് കേട്ടോ. ഫാബ്രിക്കേഷൻ ടെക്നിക്കാണ് ഒരു പി എൻ ജംഗ്ഷൻ എങ്ങനെയാണ് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഒരു 5000°C ഇത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഹീറ്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തായാലും അവിടെ നമുക്കൊരു എൻ ടൈപ്പ് ജെർമേനിയം ഉണ്ട്. ഓക്കെ, ഇത് എൻ ടൈപ്പ് ജെർമേനിയം ക്രിസ്റ്റൽ നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഈ ജെർമേനിയം ആയിട്ട് അവിടെ എന്ത് ചെയ്യുവാണ്, നമ്മുടെ ഈ ഒരു ഇന്ത്യയായിട്ട് എന്ത് ചെയ്യും, അവിടെ ഒരു ഫോർമേഷൻ വരും. ഒരു മോൾട്ടൺ ജെർമേനിയം ഇന്ത്യ മിക്സ്ചർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരുന്ന ഈ ഒരു കേസ് എന്തായി മാറുന്നു, നമുക്കവിടെ എൻ ടൈപ്പ് ആയിട്ടിരുന്നല്ലോ, നമ്മൾ സെപ്പറേറ്റ് അല്ലേ ഇരിക്കുന്നത്, ടോപ്പിൽ കൊണ്ട് വെച്ചതേ ഉള്ളൂ. അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ എന്താ പറയാ, നമ്മളിപ്പോൾ ഒരു ടേബിളിന്റെ പുറത്ത് കുറച്ച് എന്താ വാക്സോ മെഴുകോ എന്തെങ്കിലും വെച്ച് ഹീറ്റ് അപ്ലൈ ചെയ്ത് എന്ത് ചെയ്യും, ആ മെഴുക് അവിടെ ഉരുകി അത് വെള്ളം പോലെ ആവില്ലേ. ഓക്കെ, അപ്പോൾ അതൊരു എന്താ ഒരു വുഡൻ സർഫസ് ഇങ്ങനെ അവിടെ ഒരു കളർ പോലെ ഇങ്ങനെ ഫെയ്ഡ് ആയി വരണ കാണാൻ പറ്റും. അപ്പോൾ അതേപോലെ ഓക്കെ എന്തെന്ന് വെച്ചാൽ മെൽറ്റ് ചെയ്യും, നമ്മൾ ഈ സോൾഡറിങ് എന്ന് വെച്ചാൽ കണ്ടുണ്ടായിരിക്കും അതുപോലെ. ഓക്കെ, എന്ത് ചെയ്യണം, ഇവിടെ ഇന്ത്യ വെച്ച് മെൽറ്റ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, ഇത് അവിടെ ഒരു ലിക്വിഡ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഒരു ലിക്വിഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതവിടെ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, അതവിടെ ഒരു ലിക്വിഡായി മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുവാണ്, നമ്മൾ ഇത് ലിക്വിഡായിട്ട് മാറും. ഓക്കെ, ഇന്ത്യ എന്ത് ചെയ്യും, അവിടെ നിന്ന് ഉരുകി ലിക്വിഡായിട്ട് മാറി ഇതിന്റെ ടോപ്പ് സർഫസിൽ ഒരു ലിക്വിഡ് പോർഷൻ പോലെ ഫോർമേഷൻ പോലെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ആയിട്ട് മാറുന്നുണ്ട്. എന്തായി മാറി, ലിക്വിഡായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ലിക്വിഡായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെ ലിക്വിഡ് ആയതിനു ശേഷം ഇതെന്ത് ചെയ്യും, ഇതിന്റെ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കുറയ്ക്കും. ഓക്കെ, 500°C ടെമ്പറേച്ചർ നിൽക്കുന്നത്. ഈ ടെമ്പറേച്ചർ നമ്മൾ എന്ത് ചെയ്യും, ലോവർ ചെയ്ത് കൊണ്ടുവരും. ഓക്കെ, ടെമ്പറേച്ചർ ലോവർ ചെയ്യും. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ലോവർ ചെയ്യുന്നതനുസരിച്ച് ഈ ലിക്വിഡ് സ്റ്റേറ്റിലായത് ഇത് ശരിക്കും നമ്മുടെ ഇന്ത്യം ഈ ജെർമേനിയമായിട്ട് മിക്സപ്പ് ആയാണ് ലിക്വിഡ് സ്റ്റേറ്റ് ആവുന്നത്. ഓക്കെ, കംപ്ലീറ്റ്ലി ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ. അതിന്റെ ടോപ്പിൽ നമ്മൾ കുറച്ച് ഇന്ത്യ വെച്ചു, ചൂടാക്കിയ സമയത്ത് ഈ ജെർമേനിയവും നമ്മുടെ ഇന്ത്യ കൂടി എന്ത് ചെയ്തു, മിക്സപ്പ് ആയി ലിക്വിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ അതിനെ കുറച്ച് നമ്മൾ കൊണ്ടുവരുവാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ ടെമ്പറേച്ചർ ലോവർ ചെയ്യുന്നു. ലോവർ ചെയ്യുന്ന സമയത്ത് ആ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് അത് എന്ത് ചെയ്യാൻ തുടങ്ങും, അവിടെ സോൾഡ് ആയിട്ട് മാറാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ഈ ഒരു പ്രോപ്പർ കണ്ടീഷൻ ടെമ്പറേച്ചർ ഒക്കെ അത്രയും രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് ചെയ്യുന്നത്, അവിടെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ടെമ്പറേച്ചർ ഒക്കെ ഒന്ന് നല്ലവണ്ണം കൺട്രോൾ ചെയ്ത് നമ്മൾ എന്താക്കി മാറ്റും, ഇതിനെ നമ്മൾ എന്ത് മാറ്റുന്നുണ്ട്, ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ടു അഡ്ജസ്റ്റ് ദ ജെർമനി സ്ലാബ്. അതായത് ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുന്നു, ഒരു സിംഗിൾ ക്രിസ്റ്റൽ ആക്കി അവിടെ മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യവും നമ്മുടെ ഈ പി ടൈപ്പ് ആയ ഇതും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഫോർമേഷൻ ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സിംഗിൾ ക്രിസ്റ്റൽ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഇന്ത്യം പറഞ്ഞല്ലോ, ഇന്ത്യം പറഞ്ഞു. അപ്പോൾ ഇന്ത്യം പറഞ്ഞ സ്ഥലത്ത് അത് ട്രൈവാലന്റ് ആണ്. അപ്പോൾ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി നമ്മൾ ജെർമേനിയമായിട്ട് ഫോം ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും, ഇത് ഓൾറെഡി എൻ ടൈപ്പ് ആണ്. ഓക്കെ, എൻ ടൈപ്പ് ആണെങ്കിൽ അവിടെ ജെർമേനിയം ഉണ്ട്. ഓക്കെ, ജെർമേനിയം ക്രിസ്റ്റൽസ് ഉണ്ടാവും. അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ ഇന്ത്യ വെച്ച് ആഡ് ചെയ്തു. ഇന്ത്യ മീൻസ് എന്താണ്, എൻ ടൈപ്പ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്, ഇന്ത്യൻ ട്രൈവാലന്റ് ആണ്. ഓക്കെ, ആ ട്രൈവാലന്റ് ആണ് ജെർമേനിയുമായിട്ട് ആഡപ്പ് ആയത്. അപ്പോൾ ഇങ്ങനെ ഒരു മിക്സ്ചർ അവിടെ ഫോം ചെയ്ത് അതവിടെ സോൾഡിഫൈ ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ കട്ടിയായിട്ട് വരുന്ന സമയത്ത് പിന്നെ എന്തായിട്ട് മാറുന്നു, ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് അത് എന്തായിട്ട് മാറുന്നുണ്ട്, അവിടെ പി ടൈപ്പ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്, ഒരു പി എൻ ജംഗ്ഷൻ അവിടെ എന്ത് ചെയ്യുകയാണ്, അവിടെ ഫോം ചെയ്യുവാണ്. ഓക്കെ, അവിടെ എന്ത് ഫോം ചെയ്തു, ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്തു. പിന്നെ ഇതിന്റെ ടോപ്പ് മോസ്റ്റ് പോർഷൻ കുറച്ച് ഇന്ത്യ മാത്രമായിട്ട് നിൽക്കും. ഓക്കെ, ഇതിന്റെ ടോപ്പ് മോസ്റ്റ് മോഷൻ ഇവിടെ എന്ത് ചെയ്യും, കുറച്ച് ഇന്ത്യൻ പോലെ നിൽക്കും. അതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനു യൂസ് ചെയ്യാം, കണക്ഷൻ കൊടുക്കണം, നമുക്ക് എന്തെങ്കിലും ഇലക്ട്രിക് സപ്ലൈ ചെയ്യണം. ഓക്കെ, ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ ഇതിന്റെ ഫോർമേഷൻ. അപ്പോൾ ഫോർമേഷനിൽ നമുക്ക് ടോട്ടലി 3 സ്റ്റെപ്സ് ആണ് വരുന്നത്. ആദ്യം എന്ത് ചെയ്യുക, ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എടുക്കുക. ഓക്കെ, ജെർമേനിയം ഉള്ള അല്ലെങ്കിൽ സിലിക്കണോ യൂസ് ചെയ്യാം. ഓക്കെ, ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ നമ്മൾ അവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, എൻ ടൈപ്പ് എടുക്കുന്നുണ്ട്. ആ ടോപ്പ് മോഷനിൽ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഇന്ത്യൻ മെറ്റൽ അവിടെ പ്ലേസ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഇന്ത്യം എന്താണ്, ഒരു ട്രൈവാലന്റ് ആണ്. ഓക്കെ, കുറച്ച് നമ്മൾ എന്ത് ചെയ്തു, അവിടെ ടെമ്പറേച്ചർ കൂട്ടുന്നു. ഓക്കെ, വി ആർ റൈസിങ് ദ ടെമ്പറേച്ചർ. ഓക്കെ, എൻ ടൈപ്പിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അവിടെ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുന്നു. ടെമ്പറേച്ചർ എത്രയാക്കുന്നു, 500
ഡിഗ്രി സെൽഷ്യസ് ആക്കുവാണ്. ഓക്കെ. 500 ഡിഗ്രി സെൽഷ്യസ് ആക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ 500 ഡിഗ്രി സെൽഷ്യസ് ആവുമ്പോൾ നമ്മുടെ ഇന്ത്യയും കൂടി എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ മെൽറ്റായി വരും. കണ്ടോ? കംപ്ലീറ്റ് ഇങ്ങനെ മെൽറ്റായി ഇതുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും നിൽക്കുന്നത്. ഓക്കെ. ലിക്വിഡ് സ്റ്റേറ്റിൽ നിൽക്കുവാണ്. നമ്മുടെ ഈ ഗ്ലൂ ഗണ്ണൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കും. ഗ്ലൂ ഗണ്ണിൽ നമുക്ക് ആ ഒരു നല്ല സോൾട്ട് ആയിട്ട് സബ്സ്റ്റൻസ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്ത് ലിക്വിഡായി നമ്മൾ എന്ത് ചെയ്യും? ഒരു സർഫസിൽ വെക്കും. അപ്പോൾ എന്ത് ചെയ്യണം? അതുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതവിടെ മിക്സപ്പ് ആയി വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും വരുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? അതവിടെ മിക്സപ്പ് ആയി വരുന്നു. മിക്സപ്പ് ആയി വന്ന് ഇതെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എൻ ടൈപ്പ് ഇതുമായിട്ട് ഫോം ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി നമ്മളിവിടെ ആഡ് ചെയ്തത്. സോ അവിടുത്തെ ജെർമേനിയമായിട്ട് ആക്ട് ചെയ്ത് ഈ ഒരു ഫോർമേഷൻ നമ്മൾ ഈ ഒരു ലെയറിൽ മാത്രമാണ്, ഇത്രയും മാത്രമാണേ. ഇത്രയും എന്തായിട്ട് മാറും? ഈ ഒരു തിക്നെസ്സിൽ ഇവിടെ എന്തായി മാറും? അതവിടെ പി ടൈപ്പ് ആയിട്ട് മാറും. അങ്ങനെ അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു പി-എൻ ജംഗ്ഷൻ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ. ബാക്കി ഈ ടോപ്പ് മോസ്റ്റ് പോർഷൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. അവിടെ നമുക്ക് എന്ത് ചെയ്യണം? ആ ഇലക്ട്രിസിറ്റി നമുക്ക് അതിൽ കൊടുക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതാണ് ഒരു പി-എൻ ജംഗ്ഷന്റെ ഫോർമേഷൻ. അപ്പോൾ നമ്മൾ സിമ്പിൾ ടേംസിൽ പറയുമ്പോൾ ഒരു പി ടൈപ്പ് മെറ്റീരിയലും എൻ ടൈപ്പ് മെറ്റീരിയലും അടുത്ത് വയ്ക്കുന്ന സമയത്ത് പി-എൻ ജംഗ്ഷൻ ഫോം ചെയ്യുമെന്ന് പറയും. പക്ഷേ അതല്ല കറക്റ്റ് റീസൺ. ഇതാണ് ഒരു പി-എൻ ജംഗ്ഷൻ ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അലോയിങ് എന്നാണ് അതിനെ പറയുന്ന പേര്. അലോയിങ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പി-എൻ ജംഗ്ഷൻ ഫാബ്രിക്കേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ. അപ്പോൾ സ്റ്റെപ്സ് ഒക്കെ എഴുതാൻ വേണമെങ്കിൽ എക്സാമിനേഷൻ ചോദിക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് ഇത് എഴുതാനായിട്ട് അറിഞ്ഞിരിക്കാം. ഓക്കെ. അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ. പി-എൻ ജംഗ്ഷന്റെ ഫോർമേഷൻ എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്? ഓക്കെ. ആ ഒരു ജംഗ്ഷൻ എങ്ങനെ ഫോം ചെയ്യുന്നത് നിനക്ക് മനസ്സിലായല്ലോ. ഇതാണ് ജംഗ്ഷൻ. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്കിനി നോക്കേണ്ടതെന്ന് വെച്ച് കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ ജംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് നമുക്ക് അവിടെ നോക്കണം. ഓക്കെ. പ്രോപ്പർട്ടീസ് നോക്കണം. പ്രോപ്പർട്ടീസ് ഓഫ് എ പി-എൻ ജംഗ്ഷൻ. ഓക്കെ. പ്രോപ്പർട്ടീസ് ഓഫ് എ പി-എൻ ജംഗ്ഷൻ. അപ്പോൾ നമുക്ക് ഒരു പി-എൻ ജംഗ്ഷൻ ഇങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ഒരു പി-എൻ ജംഗ്ഷൻ ഇവിടെ വരയ്ക്കുവാണ്. ഓക്കെ. ഇത് നമ്മുടെ പി റീജിയനായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ. ഇത് പി റീജിയൻ, ഇത് എൻ റീജിയൻ ആണ്. ഓക്കെ. പി റീജിയൻ ആൻഡ് എൻ റീജിയൻ. അപ്പോൾ നമ്മൾ ഈ ഒരു പി റീജിയനിൽ നോക്കുമ്പോൾ കൂടുതലായിട്ട് അവിടെ കാണുന്ന ആരായിരിക്കും? പി റീജിയനിൽ പി റീജിയനിൽ കൂടുതൽ കാണുന്നത് നമുക്ക് ഹോൾസ് ആണ്. ഓക്കെ. ഹോൾസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൂടുതലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കണ്ടോ? ഹോൾസ് എന്ത് ചെയ്യുന്നു? അവിടെ ഒരുപാട് ഇങ്ങനെ ഹോൾസ് കാണാൻ പറ്റും. പിന്നെ കുറച്ച് ഇലക്ട്രോൺസും ഉണ്ടാവും. ഓക്കെ. ആരുണ്ടാവും? കുറച്ച് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ആ റീജിയനിൽ നമുക്ക് അവിടെ അപ്പിയർ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ. മൈനോറിറ്റി കാരിയേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അത് പറഞ്ഞിരുന്നു. ഇനി അതുപോലെ തന്നെ ഇവിടെ എൻ ടൈപ്പിൽ എങ്ങനെയായിരിക്കും? എൻ റീജിയനിൽ കൂടുതലും ആരാണ് വരുന്നത്? എൻ റീജിയനിൽ കംപ്ലീറ്റ് ആയിട്ടും ഇലക്ട്രോൺസ് ആണ് കൂടുതൽ മെജോറിറ്റി കാരിയേഴ്സ്. മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ട് ആരുണ്ടാവും? കുറച്ച് ഹോൾസ് അവിടെ എന്ത് ചെയ്യും? അവിടെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ബാക്കിയുള്ളവർ ആരായിരിക്കും? അവിടെ ഇലക്ട്രോൺസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അവിടെ കൂടുതലായിട്ട് ഇങ്ങനെ അപ്പിയർ ചെയ്ത് നിൽക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് ആരാണ്? മെജോറിറ്റി കാരിയേഴ്സ് അവിടെ ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ പി-എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്ന സമയത്ത് ഓക്കെ വൺസ് ദ പി-എൻ ജംഗ്ഷൻ ഈസ് ഫോംഡ് ഇവിടെ എന്ത് സംഭവിക്കുന്നത് അറിയാമോ? ഈ സെന്റർ പാർട്ടിൽ ശരിക്കും അവിടെ നമുക്കൊരു ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യും? അവിടെ ഫോം ചെയ്യും. ഓക്കെ. കാരണം അവിടെ നമുക്ക് ശരിക്കും ഇതൊരു ബാരിയർ പോലെ ആക്ട് ചെയ്യും. ഓക്കെ. എന്ത് ചെയ്യും? ഇവിടെ ഒരു ബാരിയർ പോലെ ആക്ട് ചെയ്യും. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഫോം ചെയ്യുകയാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എപ്പോഴാണോ ഈ ഒരു പി-എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്, നമ്മൾ അലോയിങ് പ്രോസസ് വഴി എപ്പോഴാണോ നമുക്ക് ആ ഒരു പി-എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്, അപ്പോൾ ഈ ഒരു ഫ്രീ ഇലക്ട്രോൺസ് ഓക്കെ എൻ റീജിയനിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്ത് തുടങ്ങും? ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്ത് വരാൻ തുടങ്ങും. ഓക്കെ. എൻ റീജിയനിലുള്ളത് എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും. ഇവിടെ നിന്നുള്ള എല്ലാ ഇലക്ട്രോൺസും കൂടി എന്ത് ചെയ്യും? ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വരാനായിട്ട് ശ്രമിക്കും. കാരണം ഇവിടെ എന്താണ്? പോസിറ്റീവ് ചാർജ് ഇരിക്കുമല്ലേ. അപ്പോൾ ഇവരെ കണ്ട ഉടനെ തന്നെ ഇവർക്ക് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് വരണമെന്ന് തോന്നും. ഇവിടെ ഇരിക്കുന്ന പോസിറ്റീവ് ഹോൾസിന് എന്ത് ചെയ്യണം? ഇങ്ങോട്ടും വരണമെന്ന് തോന്നും. ഓക്കെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇതെന്തായിട്ട് മാറി? ഒരു ജംഗ്ഷൻ ആയിട്ട് മാറിയില്ലേ? അപ്പോൾ ആ ജംഗ്ഷനിൽ എത്തുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുവാണ്? ഇവരവിടെ ഡിഫ്യൂസ് ചെയ്യുവാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ആ ഒരു എൻ റീജിയനിൽ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ട് വന്ന് ഡിഫ്യൂസ് ചെയ്യുന്നു. അങ്ങനെ അവിടെ ഫ്രീ ഇലക്ട്രോൺസ് എണ്ണം എന്ത് ചെയ്യും? അവിടെ കുറയും. ഓക്കെ. എൻ റീജിയനിൽ ഫ്രീ ഇലക്ട്രോൺസ് കുറയും. പി റീജിയനിൽ ആര് കുറയും? ഹോൾസിന്റെ എണ്ണം എന്ത് ചെയ്യും? അവിടെ കുറയും. കാരണം എന്തുവാ? ഇവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരാം. ജംഗ്ഷനിൽ വരാം. കാരണം ഇവർക്ക് മീറ്റ് ചെയ്യണം. ഓക്കെ. പരസ്പരം എന്ത് ചെയ്യണം? ആ ഹോൾസിന് ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യണം. അപ്പോൾ അട്രാക്ഷൻ ചെയ്യുന്ന കാരണം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ആ ഒരു ഡിഫ്യൂഷൻ ലെയർ അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ. നമ്മൾ അതിനെ പറഞ്ഞതാണ് ഡിപ്ലീഷൻ ലെയർ എന്ന് പറയും. ഓക്കെ. അപ്പോൾ സെന്ററിൽ ഫോം ചെയ്യുന്ന ഈ ഒരു ലെയറിനെ പറഞ്ഞ പേര് എന്താണ്? ഈസ് കോൾഡ് ആസ് ഡിപ്ലീഷൻ ലെയർ. ഓക്കെ. ഡിപ്ലീഷൻ ലെയർ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിനെ പറയുന്നത്. ഓക്കെ. അവിടെ സെന്ററിൽ എന്ത് ചെയ്യുന്നു? ഒരു ഡിപ്ലീഷൻ ഒന്നുകിൽ ഡിപ്ലീഷൻ റീജിയൻ എന്നോ അല്ലെങ്കിൽ ഡിപ്ലീഷൻ ലെയർ എന്ന് നമുക്ക് പറയാം. അവിടെ നടക്കുന്ന പ്രോസസ്സ് ഡിഫ്യൂഷൻ ആണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക? അവിടെ ആ ഒരു റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ശരിക്കും ഈ ഇലക്ട്രോൺസ് ഇങ്ങനെ മൂവ്സ് വരുമ്പോൾ
പി റീജിയൻ എന്ത് ചെയ്യുന്നു? ഹോൾസ് അവിടെ ലോസ് ചെയ്യുകയാണ്. ഇലക്ട്രോൺസ് ഹോൾസ് എന്ത് ചെയ്യുന്നു? അവിടെ റീകമ്പൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. നെഗറ്റീവ് ചാർജസ്. അപ്പോൾ ഇതിൽ ശരിക്കും ഇവിടെ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഇലക്ട്രോൺസ് മൂവ്സ് വരുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? നെറ്റ് ആയിട്ട് ഒരു പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും? ഇവിടെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ. ഒരു പോസിറ്റീവ് ചാർജസ്, പോസിറ്റീവ് അയോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? ഇവിടുന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം? മൂവ് ചെയ്ത് പോവാണ്. ഓക്കെ. അപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് പോകുന്നതനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യും? അതിന്റെ ഓപ്പോസിറ്റ് ചാർജ് ഉള്ള പോസിറ്റീവ് അയോൺസ് എന്ത് ചെയ്യും? ഇവിടെ ഡെവലപ്പ് ചെയ്യും. ഓക്കെ. പോസിറ്റീവ് അയോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദെൻ അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് വരുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും? ഒരു നെഗറ്റീവ് ചാർജസ് എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ. നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്ത് വരും. കാരണം അവിടെ എന്താ? ഹോൾസ് അവിടെ നിന്ന് പോകുവാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ ദ ടേം ഡിപ്ലീഷൻ ലെയർ ഇസ് ഡ്യൂ ടു ഫാക്ട് ദാറ്റ് ദ ജംഗ്ഷൻ എന്ത് ചെയ്യുന്നു? അവിടെ ഡിപ്ലീഷൻ ചെയ്യും. കംപ്ലീറ്റ് എന്ത് ചെയ്യണം? അവിടെ ചാർജ് ക്യാരിസ് കൊണ്ട് എന്ത് ചെയ്യണം? അവിടെ നിറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നത്? അതിനെ ഡിപ്ലീഷൻ ലെയർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ലെയറിനെ ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യാണ്? പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? അവിടെ ഫോം ചെയ്യും. ഓക്കെ. ഡിപ്ലീഷൻ ലെയർ പെട്ടെന്ന് തന്നെ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴാണോ ഈ ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്, ഓക്കെ, പി എൻ ജംഗ്ഷൻ ഇത് ഫോം ചെയ്യുന്നത്, അപ്പോൾ തന്നെ എന്ത് ചെയ്യുകയാണ്? അവിടെ ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യുകയാണ്. അപ്പോൾ ഈ ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്താൽ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ശരിക്കും നമുക്ക് അതിനെ റെപ്രസെന്റേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഈ ഡിപ്ലീഷൻ ലെയറിൽ ഇവിടെ നെഗറ്റീവ് ചാർജസ് ഇങ്ങനെ വരും. ഓക്കെ. നെഗറ്റീവ് ചാർജസ് കാണാം കംപ്ലീറ്റ് ആയിട്ട്. ഇവിടെ എന്ത് വരും? പോസിറ്റീവ് ചാർജസ് വരും. കറക്റ്റ് ആയിട്ടുള്ള ഫിഗർ ഞാൻ നോട്ട്സിൽ അയച്ചിട്ടുണ്ട്, അത് നോക്കിയാൽ മതി. ഓക്കെ. പോസിറ്റീവ് ചാർജസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല? ഇവിടുന്ന് അങ്ങോട്ട് ഇലക്ട്രോൺസിനോ ഹോൾസിനോ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അതായത് നമ്മുടെ റോഡിലൊക്കെ ഒരു ബ്ലോക്ക് ആവുന്ന സിറ്റുവേഷൻ ആണ് ശരിക്കും പറയുന്നത് ഇവിടെ. ഓക്കെ. കാരണം ഇവിടെ എന്ത് ചെയ്യും? റീകോമ്പിനേഷൻ നടക്കുവാണ്. ഓക്കെ. ഇലക്ട്രോൺസ് ഹോൾസ് നമ്മൾ എന്ത് ചെയ്യുന്നു? റീകോമ്പിനേഷൻ നടക്കുന്നു. റീകോമ്പിനേഷൻ നടന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ആ ഒരു ലെയർ അവിടെ ഒരു പോപ്പുലേഷൻ കൂടുകയാണ് അതിന്റെ. അവിടെ ഒരു ഡിപ്ലീഷൻ അവിടെ ഫോം ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല? ഫ്രീ ഇലക്ട്രോൺസ് ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്ത് ചെയ്യത്തില്ല? അവിടെ ഒന്നും മൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതൊരു നമ്മുടെ ബാരിയർ പോലെ, ഓക്കെ, നമ്മളൊരു വാൾസ് വെച്ച പോലെ, ഒരു ബൗണ്ടറി വെച്ച പോലെ എന്ത് ചെയ്യുവാണ്? ഇവിടെ നിൽക്കുവാണ്. ഓക്കെ. ഇത് എന്ത് ചെയ്യുന്നു? ഒരു ബൗണ്ടറി ആയിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ബാരിയർ ആയിട്ട് നിൽക്കുവാണ്. ഓക്കെ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ എന്ത് ചെയ്യത്തില്ല? അവിടെ മൂവ് ചെയ്യത്തില്ല. ഓക്കെ. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് അതിന്റെ രണ്ട് സൈഡിലായിട്ട് എന്ത് ചെയ്യും? അവിടെ ഫോം ചെയ്യും. ഓക്കെ. പി റീജിയനിലും എൻ റീജിയനിലും എന്ത് ചെയ്യും? അവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫോം ചെയ്യുന്ന ആ ഒരു ബാരിയറിനെ, അതായത് ഇവിടെ എന്ത് ചെയ്യണം? ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. കംപ്ലീറ്റ് നോക്കുവാണെങ്കിൽ ഇവിടെ V0 എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് എന്ത് ചെയ്യുവാണ്? ഈ സെന്റർ റീജിയനിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു വരുന്ന ആ ഒരു വോൾട്ടേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയാം. ബാരിയർ പൊട്ടൻഷ്യൽ. ഓക്കെ. എന്താണ് ബാരിയർ പൊട്ടൻഷ്യൽ? ദ ബാരിയർ പൊട്ടൻഷ്യൽ, the electric field is a there is a potential difference between the depletion layer. ഓക്കെ. ഡിപ്ലീഷൻ ലെയറിന് അക്രോസ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ പൊട്ടൻഷ്യലിന് പറയുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് ബാരിയർ പൊട്ടൻഷ്യൽ. മനസ്സിലായോ എങ്ങനെയാണെന്ന്? നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു? പി റീജിയനിൽ നിന്ന് ഇങ്ങോട്ടും എൻ റീജിയനിൽ ഇങ്ങോട്ടും എന്ത് ചെയ്യുകയാണ്? അവിടെ ഇലക്ട്രോൺസ് ഹോൾസും ഒക്കെ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ മൂവ് ചെയ്ത് വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ സെന്ററിൽ ഒരു ഡിപ്ലീഷൻ ലെയർ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ. ഡിപ്ലീഷൻ ലെയർ ഈസ് ഫോംഡ്. കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ ഒന്നുകൂടി ഡിഫൈൻ ചെയ്ത് തരാം. എൻ റീജിയൻസിൽ ആരുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഹോൾസ്, പി റീജിയനിലെ ഹോൾസ് എന്ത് ചെയ്യും? എൻ റീജിയനിലോട്ട് പോകാൻ ശ്രമിക്കും. കാരണം അവിടെ അപ്പുറത്തെ ഇലക്ട്രോൺസ് ഉണ്ട്, അവരെ കാണാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ ഈ സൈഡ് ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? എൻ റീജിയൻ, ഫ്രീ ഇലക്ട്രോൺസ് പി റീജിയനിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇവർ പരസ്പരം കമ്പൈൻ ചെയ്ത് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇങ്ങനത്തെ ഒരു ലെയർ അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഫോം ചെയ്യുന്ന ആ ഒരു ലെയറിനെ പറയുന്ന പേരാണ് ഡിപ്ലീഷൻ ലെയർ. ഇല്ലെങ്കിൽ വേറെ ടേം കൂടിയുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. അതിനെ പറഞ്ഞ പേരാണ് സ്പേസ് ചാർജ് റീജിയൻ. ഓക്കെ. സ്പേസ് ചാർജ് റീജിയൻ. ഓക്കെ. ഇങ്ങനെ ടേം കൂടി നമ്മൾ അതിന് യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു ഡിപ്ലീഷൻ ലെയറിന് പറയുന്ന മറ്റൊരു പേരാണ് ഇത് സ്പേസ് ചാർജ് റീജിയൻ. അപ്പോൾ ഇങ്ങനെ റീകോമ്പിനേഷൻ നടന്നു വരുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പൊട്ടൻഷ്യലിനെ പറയുന്ന പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ എന്ന് പറയാം നമുക്കിവിടെ V0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ. ഇറ്റ്സ് കോൾഡ് V0, ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് V0. ഓക്കെ. അപ്പോൾ അതില് ശരിക്കും ഈ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, ഇങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നീടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ബാരിയർ പെനിട്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വോൾട്ടേജ് സപ്ലൈ ചെയ്യണം. ഓക്കെ. കാരണം സിലിക്കൺ കോമ്പൗണ്ടിന്
അല്ലെങ്കിൽ സിലിക്കൺ പി എൻ ജംഗ്ഷൻ ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.7 വോൾട്ട് ആണ്. എത്രയാണ്? 0.7 വോൾട്ട്. ഓക്കെ, എന്താണ് ബാരിയർ പൊട്ടൻഷ്യൽ? ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു ബാരിയർ ഭേദിച്ച് പോകേണ്ട വോൾട്ടേജ് ആണ് 0.7 എന്ന് പറയുന്നത്. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ജെർമേനിയം പി എൻ ജംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.3 വോൾട്ട് ആണ്. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ ഒരു ബാരിയർ ഫോംസ് പറഞ്ഞല്ലോ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു ക്ലോസ്ഡ് പോലെ ആവുകയാണ്. നമ്മുടെ റോഡ് ക്ലോസ് ചെയ്ത പോലെ ഇവിടെ നിൽക്കുവാണ്. പിന്നെ എന്ത് ചെയ്യില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് അക്രോസ് ആയിട്ട് പിന്നെ ബാറ്ററി യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സിലിക്കൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ ഒരു 0.7 വോൾട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ സപ്ലൈ ചെയ്യണം. ഓക്കെ, ഒരു 0.7 വോൾട്ട് സപ്ലൈ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് കറണ്ട് കണക്ഷൻ അവിടെ നടക്കുള്ളൂ. ഈ ഒരു ബാരിയർ അവിടെ ബ്ലോക്ക് ചെയ്യുള്ളൂ. മനസ്സിലായോ? എന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? അവിടെ ബാരിയർ അവിടെ ബ്ലോക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ബാരിയർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, വൺസ് ഒരു ബാരിയർ ഒരു ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ ആ ഒരു 0.7 വോൾട്ടോ 0.3 വോൾട്ടോ നമ്മൾ സപ്ലൈ ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കൂ? അവിടെ നമുക്ക് ആ ബാരിയർ ബ്രേക്ക് ആവുള്ളൂ. ഓക്കെ, ബാരിയർ ബ്രേക്ക് ആയാൽ മാത്രമേ പിന്നെ അവിടെ കറണ്ട് കണ്ടക്ഷൻ അവിടെ നടക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പി എൻ ജംഗ്ഷന്റെ അല്ലെങ്കിൽ ആ ഒരു ഡയോഡിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പി എൻ ജംഗ്ഷൻ ഡയോഡിന്റെ വർക്കിംഗ്. അപ്പോൾ പി എൻ ജംഗ്ഷൻ ഡയോഡ് നമ്മൾ സാധാരണ നോക്കുന്ന സമയത്ത് മാർക്കറ്റിലൊക്കെ നമുക്ക് ഇങ്ങനെ സിലിണ്ടറിക്കൽ ഷേപ്പിലാണ് അവൈലബിൾ ആണ്. സ്മോൾ ഇതായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടാവും. ഓക്കെ, അത് ആനോഡും കാഥോഡും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ ആ ലൈൻ വരയ്ക്കുന്നത്. ഇതാണ് നമ്മുടെ സാധാരണ ഒരു ടിപ്പിക്കൽ പി എൻ ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് 1N4007 എന്ന് പറയുന്ന നമ്പർ കോഡ് വരുന്ന ഡയോഡാണ് നമ്മൾ സാധാരണ റെക്ടിഫയർ സർക്യൂട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ റെക്ടിഫയറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡയോഡ്സിനെ കുറിച്ച് നോക്കാം, പി എൻ ജംഗ്ഷനെ കുറിച്ച്, ഡയോഡിനെ കുറിച്ചിട്ട്. ഓക്കെ, പിന്നെ ഡയോഡിന്റെ സിമ്പൽ വന്നിട്ട് ദേ ഇങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ ഇതാണ്. ഒരു ഡയോഡിന് ആനോഡ് പാർട്ടും ഉണ്ട്. ഇത് ആനോഡ് പാർട്ടാണ്, ഇത് കാഥോഡ് പാർട്ടാണ്. ഓക്കെ, ഈ ലൈൻ കാണിക്കുന്നതാണ് കാഥോഡ് പാർട്ട്. ഓക്കെ, ആനോഡ് പാർട്ടും ഉണ്ട്, കാഥോഡ് പാർട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഡിപ്ലീഷൻ ലെയർ ഒക്കെ ഫോം ചെയ്യുന്ന കേസ് പറഞ്ഞു. ബാരിയർ പൊട്ടൻഷ്യലിനെ കുറിച്ച് ഈ ടേം, ഈ നമ്പർ ഓർത്ത് വെച്ച് കേട്ടോ. ഈ വാല്യൂസ് നമുക്ക് അത്യാവശ്യം വേണമെന്നുള്ള ഒരു വാല്യൂ ആണ് ഈ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തിനാണ് ബാരിയർ പൊട്ടൻഷ്യൽ കൊടുക്കുന്നത്? ഈ ഡിപ്ലീഷൻ ലെയർ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ഡിപ്ലീഷൻ ലെയർ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ബാരിയർ പൊട്ടൻഷ്യൽ അവിടെ കൊടുക്കുന്നത്. ഇനി എങ്ങനെയാണ് ഈ ബാരൽ പൊട്ടൻഷ്യൽ ഒക്കെ ബ്രേക്ക് ചെയ്യുന്നത് നമുക്കവിടെ നോക്കാം. ഓക്കെ, അപ്പോൾ ബാരൽ പൊട്ടൻഷ്യൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മളിങ്ങനെ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ് ഫോം ചെയ്തല്ലോ. ഫോം ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അവിടെ എന്ത് ചെയ്യുന്നു? ഒരു ബാരിയർ ഫോം ചെയ്യും. ഓക്കെ, ബാരിയർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ കൂടെ ഫോർമേഷൻ നടക്കുന്നുണ്ട്. നമുക്ക് പിന്നെ അത് മാനുവലി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വൺസ് അത് ഫോം ചെയ്തതാണ്. ഓക്കെ, വൺസ് നമുക്കത് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന് പറയുന്ന പ്രോസസ്സാണ് ബയാസിംഗ് എന്ന് പറയും. ഓക്കെ, എന്തെന്നാ? ബയാസിംഗ്. അപ്പോൾ എന്താണ് ബയാസിംഗ് എന്ന് നോക്കണം. ഓക്കെ, വാട്ട് യു മീൻ ബൈ ബയാസിംഗ്? Applying a DC voltage across a PN junction is called biasing. Okay, എന്തെന്നാ? applying DC voltage across a PN junction. Okay, ഒരു പി എൻ ജംഗ്ഷൻ അക്രോസ് ആയിട്ട് ഒരു ഡി സി വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന പ്രോസസ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബയാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് ബയാസിംഗ്. ഓക്കെ, വാട്ട് യു മീൻ ബൈ ബയാസിംഗ്? അപ്ലൈയിങ് ഡി സി വോൾട്ടേജ് അക്രോസ് എ പി എൻ ജംഗ്ഷൻ, ഇറ്റ് ഈസ് കോൾഡ് ബയാസിംഗ്. ഓക്കെ, അപ്പോൾ ഏതൊരു സർക്യൂട്ടും, ഓക്കെ, അത് പി എൻ ജംഗ്ഷൻ ആവണമെന്നില്ല, ഏതൊരു സർക്യൂട്ടിലും നമ്മളൊരു ബാറ്ററി സോഴ്സുമായിട്ടോ അല്ലെങ്കിൽ ഡി സി വോൾട്ടേജുമായിട്ടോ അല്ലെങ്കിൽ വോൾട്ടേജുമായിട്ടോ കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമ്മൾ അതിനെ ബയാസിംഗ് എന്ന് പറയാം. പിന്നെ സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യം ഓർക്കേണ്ടത്, മിക്കപ്പോഴും ഡി സി വോൾട്ടേജ് കണക്ട് ചെയ്ത് നമ്മൾ ബയാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എ സി കൊടുക്കുന്നത് അങ്ങനെ പറയാറില്ല. കൂടുതലും യൂസ് ചെയ്യുന്ന ടേം ഡി സി സപ്ലൈ ആണെങ്കിലാണ്. അതറിയായിരിക്കും, ഡി സി കറണ്ട് മീൻസ് ഡയറക്റ്റ് കറണ്ട് ആണ്. എ സി കറണ്ട് എന്തായിരിക്കും? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കും. ഓക്കെ, ഡി സി കറണ്ട് മീൻസ് നമ്മളിപ്പോൾ ഒരു ബാറ്ററി സോഴ്സിൽ നിന്ന് കിട്ടുന്ന കറണ്ട് നമ്മൾ ഡി സി കറണ്ട് എന്ന് പറയുന്നത്. അതിന്റെ ഗ്രാഫ് ഇത് ഇങ്ങനെയായിരിക്കും വരുന്നത്, സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് 5 വോൾട്ട് വരുവാണെങ്കിൽ ഇതെന്താണ്? 5 വോൾട്ടിന്റെ ഒരു വോൾട്ടേജ് ആണെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യും? ഇതുപോലെ കാണിക്കും. ഇതാണ് ഡി സി എന്ന് പറയുന്നത്. ഇനി എ സി ആണെങ്കിലോ? എ സി ആണെങ്കിൽ കണ്ടിന്യൂസ്ലി വേരിയിങ് ആയിരിക്കും, സൈൻ വേവ് ഒക്കെ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ +5 വോൾട്ടും വരാറുണ്ട്, -5 വോൾട്ടും എന്ത് ചെയ്യാറുണ്ട്? അവിടെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ബയാസിംഗ്, സോറി, എ സി ആണ് ഡി സി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബയാസിങ്ങിനെ കുറിച്ചല്ലേ. അപ്പോൾ നമുക്ക് ബയാസിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു പി എൻ ജംഗ്ഷൻ ഡയോഡിൽ നമുക്ക് 2 രീതിയിൽ ബയാസിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം ഫോർവേഡ് ബയാസിംഗ് ഉണ്ട്, റിവേഴ്സ് ബയാസിംഗ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു പി എൻ ജംഗ്ഷനെ സംബന്ധിച്ച് അതിന് 2 റീജിയൻസ് ആണ് വരുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? പി റീജിയനും എൻ റീജിയനും. ഓക്കെ, സെൻറ്ററിൽ ഒരു ജംഗ്ഷൻ വരുന്നു, ജംഗ്ഷന് കൂടെ എന്ത് വരുന്നുണ്ട്? പി റീജിയനും എൻ റീജിയനും വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ബേസിസിൽ നമുക്ക് 2 തരത്തിലാണ് ബയാസിംഗ് വരുന്നത്. ഓക്കെ, ബയാസിംഗ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2. ഓക്കെ, ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ
ഫോർവേഡ് ബയാസിംഗ് ആണ്. ഓക്കെ, ഫോർവേഡ് ബയാസിംഗ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ റിവേഴ്സ് ബയാസിംഗ് ആണ്. ഓക്കെ, എന്തെന്നാ ഫോർവേഡ് ബയാസിംഗ് ആൻഡ് റിവേഴ്സ് ബയാസിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഫോർവേഡ് ബയാസിംഗ്, എന്താണ് നമുക്ക് റിവേഴ്സ് ബയാസിംഗ് എന്ന രീതിയിലായിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഫോർവേഡ് ബയാസിംഗിലാണെങ്കിൽ ഒരു ഡയോഡ് എന്ത് ചെയ്യും, കറണ്ട് കണ്ടക്ഷൻ പെട്ടെന്ന് നടക്കും. ഓക്കെ, കറണ്ട് കണ്ടക്ഷൻ അവിടെ പോസിബിൾ ആയിരിക്കും, നമുക്ക് ആ ബാരിയർ പെനിട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും, അല്ലെങ്കിൽ ബാരിയർ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറണ്ട് കണ്ടക്ഷൻ അവിടെ നടത്താൻ പറ്റും. റിവേഴ്സ് ബയാസിംഗിൽ എന്ത് ചെയ്തില്ല, അവിടെ കറണ്ട് കണ്ടക്ഷൻ നടത്തില്ല. അപ്പോൾ സിമ്പിൾ ടേംസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിക്ക് നമുക്കറിയാം ഒരു പോസിറ്റീവ് ടെർമിനലും ഉണ്ട്, ഒരു നെഗറ്റീവ് ടെർമിനലും വരുന്നുണ്ട്. ഇത് പോസിറ്റീവ് ആണ്, ലാർജ് ലൈൻ കാണിക്കുന്നത് പോസിറ്റീവ് ടെർമിനലാണ്, സ്മോൾ ലെറ്റർ കാണിക്കുന്നത് നെഗറ്റീവ് ടെർമിനലുമാണ്. ഓക്കെ, സ്മോൾ ലൈൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ പി എൻ ജംഗ്ഷനുമായി ബന്ധപ്പെട്ട്, ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് നമ്മുടെ ഡയോഡിന്റെ പി റീജിയനുമായിട്ടും, ഓക്കെ, ബാറ്ററിയുടെ പോസിറ്റീവ് നമ്മുടെ ഡയോഡ് എന്ത് ചെയ്യുന്നു, പി റീജിയനുമായിട്ട് കണക്ട് ചെയ്യുന്നു. എൻ റീജിയനെ എന്ത് ചെയ്യുവാണ്, എൻ റീജിയൻ നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുവാണ്. ഓക്കെ, പി റീജിയൻ പോസിറ്റീവായിട്ടും എൻ റീജിയൻ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്താൽ ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്, ഇറ്റ് ഈസ് കോൾഡ് ഫോർവേഡ് ബയാസിംഗ്. മനസ്സിലായോ? പി എൻ ജംഗ്ഷൻ നമുക്ക് പി റീജിയൻ ഉണ്ട്, എൻ റീജിയൻ ഉണ്ട്. അപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് പി ആയിട്ടും നെഗറ്റീവിനെ എൻ സൈഡ് വഴി കണക്ട് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് ഫോർവേഡ് ബയാസിംഗ്. ഓക്കെ, ഫോർവേഡ് ബയാസിംഗ്. ഫോർവേഡ് ബയാസിംഗിന്റെ പ്രോപ്പർട്ടി നോക്കിയാൽ ഈ സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, കണ്ടക്ഷൻ നടക്കും. ഓക്കെ, കണ്ടക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നടക്കുന്നുണ്ട്, കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. അടുത്ത് റിവേഴ്സ് ബയാസിംഗ്, ഇവിടെ റെസിസ്റ്റൻസ് കുറവ്, നമുക്ക് പ്രോപ്പർട്ടി നോക്കാം. ഓക്കെ, റെസിസ്റ്റൻസ് കുറവായിരിക്കും, കണ്ടക്ഷൻ എന്ത് ചെയ്യും, അവിടെ ക്ലിയർ ആയിട്ട് നടക്കും. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ റിവേഴ്സ് ബയാസിംഗ്. റിവേഴ്സ് ബയാസിംഗ് മീൻസ് ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് എൻ റീജിയനുമായിട്ട്, ഓക്കെ, ബാറ്ററിയുടെ പോസിറ്റീവ് എന്ത് ചെയ്യുന്നു, നമ്മുടെ പി എൻ ജംഗ്ഷന്റെ എൻ റീജിയനുമായിട്ട് കണക്ട് ചെയ്യുന്നു. ദെൻ ബാറ്ററിയുടെ നെഗറ്റീവ് പി റീജിയനുമായിട്ട് കണക്ട് ചെയ്താൽ, കണ്ടല്ലോ റിവേഴ്സ് ചെയ്തത്, ഉണ്ടോ, റിവേഴ്സ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മൾ എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് അതിന്റെ ഡെഫിനിഷൻ. ഓക്കെ, നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ഫോർവേഡ് ബയാസിംഗ്, വാട്ട് യു മീൻ ബൈ ഫോർവേഡ് ബയാസിംഗ്, വാട്ട് യു മീൻ ബൈ റിവേഴ്സ് ബയാസിംഗ് ചോദിച്ചാൽ ഇത് തന്നെ നമുക്ക് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്ലിയർ ആയിട്ട് നിങ്ങൾ ടെക്സ്റ്റിൽ ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. ടെക്സ്റ്റ് പറയുന്ന ഡെഫിനിഷൻ ഇങ്ങനെയാണ്, ദാറ്റ് ഈസ് വെൻ എ DC വോൾട്ടേജ് അപ്ലൈ ടു എ ജംഗ്ഷൻ ഈസ് ഇൻ സച്ച് എ ഡയറക്ഷൻ ഇറ്റ് ക്യാൻസൽസ് ദ പൊട്ടൻഷ്യൽ ബാരിയർ. വേറൊന്നുമല്ല, ഇവിടെ എന്തെങ്കിലും ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഫോം ചെയ്യുന്നു പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് കോൾഡ് ഫോർവേഡ് ബയാസിംഗ്. ഓക്കെ, അവിടെ എന്ത് ചെയ്യും, കാരണം നമ്മൾ DC സോഴ്സ് അപ്ലൈ ചെയ്യും. അപ്പോൾ DC സോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ നോക്കുക. ഓക്കെ, ഇപ്പോൾ ഫോർവേഡ് ബയാസിംഗ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ DC സോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ നമുക്ക് എന്ത് ചെയ്യുവാണ്, നമ്മളിതിനെ പൊട്ടൻഷ്യലുമായിട്ട് കണക്ട് ചെയ്തല്ലോ. അപ്പോൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് നമ്മുടെ പി റീജിയനായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പി റീജിയനായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഈ ഹോൾസ് ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ നമുക്കറിയാം ഇവിടെ കൂടുതലുള്ളത് ആരാണ്, ഹോൾസ് ആണ്. പി റീജിയനിലുള്ളത് ആരാണ്, ഹോൾസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് ഇതിനകത്ത് ഉള്ളത് ആരാണ്, ഹോൾസ് ആണ്. ഓക്കെ, ഹോൾസ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ഹോൾസ് എന്തായാലും കൂടുതൽ കാണും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് പോസിറ്റീവും ഇത് പോസിറ്റീവ് ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും അറിയാമോ, പോസിറ്റീവ് ആകുന്ന സമയത്ത് ഈ ഹോൾസിനെ ഇത് ഇവിടെ റിപ്പൽ ചെയ്യിപ്പിക്കും. ഓക്കെ, ഇവിടെ നിന്ന് പോകുന്ന ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും, അല്ലെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ ഹോൾസിനെല്ലാം ഇങ്ങനെ റിപ്പൽ ചെയ്യും. ഓക്കെ, റിപ്പൽ ചെയ്ത് ഈ ഹോൾസിനെ നിങ്ങൾ പോയി എന്ത് ചെയ്യുക, ആ പൊട്ടൻഷ്യൽ ബാരിയർ ബ്രേക്ക് ചെയ്യുക എന്ന് പറയും. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ പുഷ് ചെയ്യുവാണ്. ഓക്കെ, ആ പൊട്ടൻഷ്യൽ ബാരിയറിൽ ചെന്ന് ഹിറ്റ് ചെയ്യാൻ കണക്കിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പുഷ് ചെയ്തു. അപ്പോൾ ആ പുഷ് ചെയ്യണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്, നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യൽ വോൾട്ടേജിനെക്കാട്ടി കൂടിയ വോൾട്ടേജ് അപ്ലൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ സിലിക്കനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 0.7 വോൾട്ടിനെക്കാട്ടിയും കൂടിയ വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യണ്ടേ, അവിടെ അപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനത്തെ ഒരു വോൾട്ടേജ് എത്തുമ്പോൾ എന്തായാലും ഇതിനെക്കാട്ടിയും കൂടുതലാണ്, ഈ ബാരിയർ പൊട്ടൻഷ്യലിനെക്കാട്ടിയും കൂടുതലാണ്. സോ എന്ത് ചെയ്യും, ഇവിടെ ചെന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അവിടെ റിപ്പൾസീവ് എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, റിപ്പൾസീവ് എഫക്റ്റ് ഉണ്ടായിട്ട് എന്ത് ചെയ്യുവാണ്, അവിടെ ചെന്ന് ഇത് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഹിറ്റ് ചെയ്ത് എന്ത് ചെയ്യും, ഈ ബാരിയർ അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങും, അവിടെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, നെഗറ്റീവ് റീജിയനിൽ അവിടെ എന്ത് ചെയ്യും, അവിടെ ഹിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇലക്ട്രോൺസ് വരുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഹോൾസ് പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യാണ്, ഇവർ പരസ്പരം ഒരു ഫോഴ്സ് കൊടുത്തല്ലേ പോകുന്നത്, എന്തായാലും എന്ത് ചെയ്യും, ഈ ബാരിയർ അങ്ങ് ബ്രേക്ക് ആവും. ഓക്കെ, ബാരിയർ ബ്രേക്ക് ആയി പിന്നെ എന്ത് ചെയ്യും, ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോ ഇങ്ങനെ നടക്കും. അതാണ് ഈ ഫോർവേഡ് ബയാസിംഗ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇനി റിവേഴ്സ് ബയാസിംഗ് എന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് ബയാസിംഗ് നമ്മൾ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ പി റീജിയൻ നെഗറ്റീവിലും എൻ റീജിയനിലും വന്നു. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഇവിടെ കൂടുതലും ഇലക്ട്രോൺസ് ആണ് ഉള്ളത്, കൂടുതൽ ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ആരുണ്ട്, ഇവിടെ ഹോൾസ് ഉണ്ട്. ഓക്കെ, ഇലക്ട്രോൺസും ഇവിടെ ഹോൾസും ഉള്ളത്. അപ്പോൾ ഇവിടെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ എൻ റീജിയനുമായിട്ട് ഈ ഹോൾസ് എന്താവും, അട്രാക്ട് ആവും. ഓക്കെ, അപ്പോൾ ജംഗ്ഷനിൽ പോയി ആ ജംഗ്ഷൻ ബാരിയർ ബ്രേക്ക് ചെയ്തതിന് പകരം ഈ ഹോൾസ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഈ നെഗറ്റീവ് സൈഡിലൂടെ അട്രാക്ട് ചെയ്ത് ഇവിടെ വെറുതെ ഇരിക്കാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും,
ഈ വിഡ്ത്ത്, ഈ ബാരിയറിന്റെ വിഡ്ത്ത് എന്ത് ചെയ്യും? അവിടെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ടല്ലോ. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഇവിടെ പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ടെന്ന്. അപ്പൊ ഇവിടെ ഈ സൈഡിൽ ഇലക്ട്രോൺസിന് ഈ നെഗറ്റീവ് ചാർജ് കാണുമ്പോൾ ഈ പി റീജിയനിലുള്ള ഹോൾസ് എല്ലാം കൂടെ എന്ത് ചെയ്യും? ആ സൈഡിലൊന്നും ഇവിടെ വെറുതെ ഇരിക്കാൻ തുടങ്ങും. ഓക്കെ, അവരെന്ത് ചെയ്യില്ല? ജംഗ്ഷനിലോട്ട് പോകില്ല. അങ്ങനെ ഇവരിവിടെ ഈ സൈഡിലോട്ട് അക്യുമുലേറ്റ് ചെയ്യും. ഇവിടുത്തെ ഇലക്ട്രോൺസ് എല്ലാം എന്ത് ചെയ്യും? ഇവിടുത്തെ ഇലക്ട്രോൺസ് എല്ലാവരും കൂടി ഇവിടെ പോസിറ്റീവ് സൈഡ് ആണ് കേട്ടോ. പോസിറ്റീവ് സൈഡ്. അപ്പോൾ പോസിറ്റീവ് സൈഡ് എത്തുന്ന സമയത്തോ പോസിറ്റീവും നെഗറ്റീവ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് ഈ സൈഡിൽ പോകും. അതനുസരിച്ച് ഇവിടെ ബാരിയർ വിഡ്ത്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ബാരിയർ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്താൽ അതൊരു എന്ത് ചെയ്യത്തില്ല? കറണ്ട് കണ്ടക്ഷൻ അവിടെ പോസിബിൾ ആകില്ല. ഓക്കെ, നമുക്കിനി ഒന്നുകൂടി ഒന്ന് ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണ് ഫോർവേഡ് ബയാസിങ്ങും എന്താണ് റിവേഴ്സ് ബയാസിങ്ങും. ഓക്കെ, അപ്പോൾ അവിടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഫോർവേഡ് ബയാസിങ് അപ്ലൈ ചെയ്യുന്നു. ഫോർവേഡ് ബയാസിങ് മീൻസ് പോസിറ്റീവ് റീജിയനിൽ പി റീജിയനിൽ പോസിറ്റീവും എൻ റീജിയനിൽ നെഗറ്റീവും അപ്ലൈ ചെയ്യുന്നതിന് ഫോർവേഡ് ബയാസിങ് എന്ന് പറയുന്നത്. ഫോർവേഡ് ബയാസിങ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇവിടുത്തെ റീജിയനെ ബ്രേക്ക് ചെയ്യാൻ കാര്യമാണ് എന്ത് ചെയ്യുന്നത്? അവിടെ നമ്മൾ കൊടുക്കുന്നത്. കാരണം അവിടെ സിൽക്കിനാണെങ്കിൽ 0.7 വോൾട്ടിനെ കാട്ടിയും ജെർമേനിയം ആണെങ്കിൽ 0.3 വോൾട്ടിനെ കാട്ടിയും കൂടിയ വോൾട്ടേജ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? അവിടെ സപ്ലൈ ചെയ്യാവൂ. എന്നാൽ മാത്രമേ ബാരിയർ അവിടെ ബ്രേക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്ത് ചെയ്യാണ്? അതേപോലെ റിസൾട്ടിനെ വീക്കൻ ആൻഡ് ബാരിയർ ഹൈറ്റ് ഈസ് റെഡ്യൂസ്ഡ്. ബാരിയർ ഹൈറ്റ് എന്ത് ചെയ്യും? അവിടെ റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നമുക്ക് കറണ്ട് ഫ്ലോ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതുവഴി നടക്കുന്ന ആ ഒരു കറണ്ട് ഫ്ലോയെ പറയുന്ന പേരാണ് ഇറ്റ് ഈസ് കോൾഡ് ഫോർവേഡ് കറണ്ട്. ഓക്കെ, എന്ന് പറയാം ഫോർവേഡ് കറണ്ട്. ഓക്കെ, ഫോർവേഡ് കറണ്ട്. ഓക്കെ, ഫോർവേഡ് കറണ്ട് എന്താണ്? അതിൽ നമുക്ക് എന്ത് കിട്ടുന്നു? ആ ഒരു ഡയറക്ഷൻ പോസിറ്റീവ് ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കറണ്ട് ഫ്ലോ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇറ്റ് ഈസ് ടേംഡ് ആസ് ഫോർവേഡ് കറണ്ട്. മനസ്സിലായോ? അത് എങ്ങനെയാണ് വരുന്നത് ഫോർവേഡ് കറണ്ട്? അവിടെ ബാരിയർ ബ്രേക്ക് ആവുന്നു. ബാരിയറിന്റെ തിക്നെസ് കുറയുന്നു. ബാരിയറിന്റെ തിക്നെസ് കുറയുന്നതനുസരിച്ച് കറണ്ട് ഫ്ലോ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഈസി ആയിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എന്താണ്? കറണ്ട് ഫ്ലോ നടന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് പറഞ്ഞാണ് എന്ത്? കറണ്ട് ഫ്ലോ അവിടെ നടക്കുന്നു. അപ്പോൾ കറണ്ട് ഫ്ലോ നടന്നു കഴിഞ്ഞാൽ ആക്ച്വലി എന്ത് കുറയും? അവിടെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇതുവഴി കറണ്ട് ഫ്ലോ നടക്കുന്നു. കറണ്ട് ഫ്ലോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? there will be സെക്കൻഡ് പോയിന്റ് എന്താണ്? there will be a low resistance. ഓക്കെ, low റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കുറയുന്നുണ്ട്. ഓക്കെ, റെസിസ്റ്റൻസ് കുറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം വോൾട്ടേജ് കൊടുക്കുന്നുണ്ടോ? ഓക്കെ, ഫോർവേഡ് ബയാസിങ്ങിൽ നമ്മൾ എത്രത്തോളം വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നുണ്ടോ അതനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ സർക്യൂട്ടിൽ കൂടി ആ ഒരു കറണ്ട് ഫ്ലോ അവിടെ നടക്കുന്നത്. ഓക്കെ, മനസ്സിലാകാതെ എത്രത്തോളം വോൾട്ടേജ് കൊടുക്കുന്നത്? നമ്മൾ വോൾട്ടേജ് കൂട്ടുന്നതനുസരിച്ച് ഈ ബാരിയർ ഡിപ്ലീഷൻ ലെയറിന്റെ വിട്ട് എന്ത് ചെയ്യും? കുറഞ്ഞു കുറഞ്ഞു വരും. അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? ബാരിയർ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്ത് തുടങ്ങും. ഓക്കെ, അപ്പോൾ വൺസ് ആ ബ്രേക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ബാരിയർ ബ്രേക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കറണ്ട് ഫ്ലോ അവിടെ ഈസി ആയിട്ട് നടക്കും. കറണ്ട് ഫ്ലോ എത്രത്തോളം വോൾട്ടേജ് കൂട്ടുന്നുണ്ടോ അതനുസരിച്ച് എന്ത് ചെയ്യും? അവിടെ കറണ്ട് ഫ്ലോ അവിടെ കൂടി പോകും. ഓക്കെ, അപ്പോൾ അതാണ് ഫോർവേഡ് ബയാസിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർവേഡ് ബയാസിന്റെ കണ്ടക്ഷൻ നടക്കുന്നുണ്ട്. എപ്പോഴാണ്? ആ 0.7 അല്ലെങ്കിൽ 0.3 കഴിയുമ്പോൾ ആ ഒരു വോൾട്ടേജ് ബാരിയർ പൊട്ടൻഷ്യൽ വോൾട്ടേജ് കഴിയുമ്പോൾ കറണ്ട് ഫ്ലോ അവിടെ നടക്കുന്നു. നമുക്ക് ഒരു ഗ്രാഫ് കൂടി വരയ്ക്കുന്നത് കുറച്ച് മനസ്സിലാവും എങ്ങനെയാണ് വരുന്നതെന്ന്. ദെൻ ഇത് രണ്ടാമത് പറഞ്ഞത് എന്താണ്? അവിടെ ലോ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഓക്കെ, അതാണ് നമ്മുടെ ഫോർവേഡ് ബയാസിംഗിൽ പറയേണ്ടത്. ഇനി സെക്കൻഡ് കേസ് ആണ് നമ്മുടെ റിവേഴ്സ് ബയാസിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് റിവേഴ്സ് ബയാസിംഗ് ഇങ്ങനെ നോക്കാം. അപ്പോൾ റിവേഴ്സ് ബയാസിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞു? പി റീജിയൻ നെഗറ്റീവും എൻ റീജിയൻ പോസിറ്റീവും കണക്ട് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? അവിടെ റിവേഴ്സ് ബയാസിംഗ് വരുന്നത്. അപ്പോൾ റിവേഴ്സ് ബയാസിംഗ് വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു. പക്ഷേ റിവേഴ്സ് വോൾട്ടേജ് അവിടെ എന്ത് സംഭവിക്കുകയുള്ളൂ? നേരത്തെ പറഞ്ഞതിന് വർക്കിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ രണ്ട് സൈഡിലും ഇവർ അക്യുമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ സെന്ററിൽ എന്ത് കൂടും? ആ പൊട്ടൻഷ്യൽ ബാരിയറിന്റെ വിഡ്ത്ത് അവിടെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, പൊട്ടൻഷ്യൽ ബാരിയർ ഇത്രയാണ് ഉണ്ടായിരുന്നത്. വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും? പൊട്ടൻഷ്യൽ ബാരിയർ വിഡ്ത്ത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ പൊട്ടൻഷ്യൽ ബാരിയർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ചെയ്യത്തില്ല? അവിടെ കറണ്ട് ഫ്ലോ നടക്കില്ല. ഓക്കെ, കറണ്ട് ഫ്ലോ അവിടെ നടക്കില്ല. കാരണം അത് എന്ത് ചെയ്യുന്നു? ഒരു ഹ്യൂജ് റെസിസ്റ്റർ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. റെസിസ്റ്റൻസ് കൂടിയ കറണ്ട് ഫ്ലോ എന്ത് ചെയ്യും? അവിടെ നമുക്ക് കുറയും. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കാണാൻ പറ്റുന്നതാണ് അവിടെ എന്താണ്? ഹൈ റെസിസ്റ്റൻസ്. ഓക്കെ, ഹൈ റെസിസ്റ്റൻസ് എന്തുകൊണ്ടെന്ന് മനസ്സിലായല്ലോ? ഇതാണ് പ്രോബ്ലം. ഓക്കെ, റിവേഴ്സ് ബയാസിംഗ് ആവുന്ന സമയത്ത് അവിടെ റിവേഴ്സ് പൊട്ടൻഷ്യൽ ബാരിയറിന്റെ തിക്നെസ് എന്ത് ചെയ്യുന്നു? അവിടെ ഇൻക്രീസ് ചെയ്യുന്നു. അതനുസരിച്ച് അവിടെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? അവിടെ കൂടുന്നുണ്ട്. ഒന്ന് ഹൈ റെസിസ്റ്റൻസ് വരുന്നു. രണ്ടാമതായിട്ട് പൊട്ടൻഷ്യൽ ബാരിയർ എന്ത് ചെയ്യുന്നുണ്ട്? പൊട്ടൻഷ്യൽ ബാരിയർ ഇൻക്രീസസ്. ഓക്കെ, പൊട്ടൻഷ്യൽ ബാരിയർ അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പൊട്ടൻഷ്യൽ ബാരിയർ എന്ത് ചെയ്തു? അവിടെ ഇൻക്രീസ് ചെയ്തു. നമ്മൾ ഇതിൽ ഈ ഹൈ റെസിസ്റ്റൻസ് പറഞ്ഞല്ലോ, ഇതിനെ പറഞ്ഞപ്പോഴാണ് റിവേഴ്സ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, റിവേഴ്സ് റെസിസ്റ്റൻസ്. ഓക്കെ, റിവേഴ്സ് റെസിസ്റ്റൻസ് കാരണം റിവേഴ്സ് ബയാസിംഗിൽ വരുന്ന റെസിസ്റ്റൻസ് ആണ് റിവേഴ്സ് റെസിസ്റ്റൻസ്. പിന്നീട് എന്ത് ചെയ്യത്തില്ല? നോ കറണ്ട് ഫ്ലോ.
ഓക്കെ, റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ പൊട്ടൻഷ്യൽ ബാരിയർ തിക്നെസ് കൂടിക്കഴിഞ്ഞാൽ നോ കറണ്ട് ഫ്ലോ എന്ത് ചെയ്യത്തില്ല, അതുവഴി നടക്കില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു റിവേഴ്സ് ബയാസിംഗിൽ പറയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, റിവേഴ്സ് ബയാസിംഗ് ഓക്കെ ആണല്ലോ ഇത്. ഫോർവേഡ് ബയാസിംഗ് ആവുന്ന സമയത്ത് പി റീജിയൻ പോസിറ്റീവും എൻ റീജിയൻ നെഗറ്റീവും, റിവേഴ്സ് ബയാസിംഗ് ആവുന്ന സമയത്ത് പി റീജിയൻ നെഗറ്റീവും എൻ റീജിയൻ എന്ത് ചെയ്തു പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യും. നമ്മുടെ ബാറ്ററി സോഴ്സിന്റെ അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. ദെൻ റെസിസ്റ്റൻസിന്റെ കേസ്, ഇവിടെ കണ്ടക്ഷൻ നടക്കും, കറണ്ട് ഫ്ലോയും ഉണ്ടാവും. പോകുന്ന കറണ്ട് പറയുന്നതാണ് ഫോർവേഡ് കറണ്ട്. ഓക്കെ, ലോ റെസിസ്റ്റൻസ് ആയിരിക്കും ഓഫർ ചെയ്യുന്നത്. ആ റെസിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ ഫോർവേഡ് റെസിസ്റ്റൻസ് വിളിക്കാം. ഓക്കെ, നമ്മൾ ആ ഒരു ഡയോഡിന്റെ ഫോർവേഡ് റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർവേഡ് റെസിസ്റ്റൻസ്. ഓക്കെ, പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു ഐഡിയൽ ഡയോഡ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞൊരു കണ്ടീഷൻ മാത്രമാണ്, അത് നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇപ്പോൾ സീറോ റെസിസ്റ്റൻസ് വരുന്ന ഫോർ ഒരു ഐഡിയൽ ഡയോഡ് എന്നൊരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐഡിയൽ ഡയോഡ് മീൻസ് 100% ഓക്കെ ആയിട്ടുള്ള ഡയോഡാണ് നമ്മൾ ഐഡിയൽ ഡയോഡ് എന്ന് പറയുന്നത്. നിങ്ങൾ മുൻപ് ഐഡിയൽ ഗ്യാസസ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ കെമിസ്ട്രി ക്ലാസ്സിലും ഫിസിക്സ് ക്ലാസ്സിലൊക്കെ കൈനമാറ്റിക്സ് ഓഫ് ഗ്യാസ് തിയറിയിലൊക്കെ നിങ്ങൾ അവിടെ ഐഡിയൽ ഗ്യാസസ് എന്നൊരു കണ്ടീഷൻ കേട്ടിട്ടുണ്ടായിരിക്കും. പെർഫെക്റ്റ് വോളിയം ഒക്കെ ഉള്ള ഗ്യാസ് ആണ് ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ അത് എന്താ നമ്മൾ പറയാറുണ്ട്, അതൊരു ഹൈപ്പോത്തറ്റിക്കൽ കണ്ടീഷനാണ്. പ്രാക്ടിക്കലി എന്തല്ല, ഐഡിയൽ ഗ്യാസ് പോസിബിൾ അല്ല നമ്മൾ പറയും. അപ്പോൾ അതുപോലെ തന്നെ ഐഡിയൽ നാച്ചുറലുള്ള ഡയോഡ് എന്നൊരു കൺസെപ്റ്റ് ആണ് പറയുന്നത്. ഒരു പെർഫെക്റ്റ്ലി ഐഡിയൽ ഡയോഡ് ആണെങ്കിൽ അവിടുത്തെ ഫോർവേഡ് റെസിസ്റ്റൻസ് എന്തായിരിക്കണം, ഫോർവേഡ് റെസിസ്റ്റൻസ് ഷുഡ് ബി സീറോ. ഓക്കെ, ഫോർവേഡ് റെസിസ്റ്റൻസ് സീറോ ആയിരിക്കണം. പ്രാക്ടിക്കലി പോസിബിൾ അല്ല, ഫോർവേഡ് റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ റിവേഴ്സ് റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, റിവേഴ്സ് റെസിസ്റ്റൻസ് റിവേഴ്സ് റെസിസ്റ്റൻസ് അവിടെ എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി ഇൻഫിനിറ്റി. ഓക്കെ, അതവിടെ ഇൻഫിനിറ്റി ആയിരിക്കണം. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഐഡിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഫോർവേഡ് റെസിസ്റ്റൻസ് സീറോയും റിവേഴ്സ് റെസിസ്റ്റൻസ് എന്തായിരിക്കണം, അവിടെ നമുക്ക് ഇൻഫിനിറ്റി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത് ഐഡിയൽ കണ്ടീഷനിൽ പറയുന്നതാണ്. ഓക്കെ, അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, പക്ഷെ നമ്മൾ പറയുന്ന ഒരു കേസ് മാത്രം. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു ഫോർവേഡ് ബയാസിംഗും റിവേഴ്സ് ബയാസിംഗും നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ റിവേഴ്സ് ബയാസിംഗിൽ ഹൈ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. ഫോർവേഡ് ബയാസിംഗിലാണ് എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് അവിടെ കുറവായിരിക്കും, കറണ്ട് ഫ്ലോ എന്ത് ചെയ്യും അവിടെ നടക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ പറ്റും, നമ്മളിപ്പോൾ ഒരു വോൾട്ടേജ് കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ കറണ്ട് ഫ്ലോ നടക്കുന്നത്. അപ്പോൾ റിവേഴ്സ് ബയാസിംഗ് കൊടുത്തു കഴിഞ്ഞാൽ കറണ്ട് ഫ്ലോ നടക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ റെക്ടിഫയർ സർക്യൂട്ട്സിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, റെക്ടിഫയർ സർക്യൂട്ട്സിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്, നമ്മളിപ്പോൾ ഈ പറഞ്ഞ കേസസ് ആണ്. കാരണം അവിടെ നമുക്ക് പൊളാരിറ്റി വരുമല്ലോ, നമുക്ക് ഡിസ്കസ് ചെയ്യാതെ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ ഉണ്ട്, സെക്കൻഡ് മോഡ്യൂളിൽ വരുന്നുണ്ട്, ഡയോഡ് ആപ്ലിക്കേഷൻസിൽ വരുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അവിടെ. ഓക്കെ, എ സി കറണ്ടിന് ഫോർവേഡ് ബയാസിംഗ് ഉണ്ട്, റിവേഴ്സ് ബയാസിംഗ് ചെയ്യാൻ പറ്റും ഒരേ സമയം തന്നെ. നമുക്ക് പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഒരു പൊളാരിറ്റി മാത്രം എന്ത് ചെയ്യും, അവിടെ അത് കണ്ടക്ട് ചെയ്യും, മറ്റൊരു പൊളാരിറ്റിയിൽ ബ്ലോക്ക് ആയിട്ട് നിൽക്കും. സോ അവിടെ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും, ഒരു സൈഡ് മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് റെക്ടിഫയർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ ഈ ഒരു കറണ്ട് ഫ്ലോയെ കുറിച്ച് നമുക്കൊരു കുറച്ച് കാര്യം നോക്കണം. ഓക്കെ, ഒരു ഫോർവേഡ് ബയാസിൽ എങ്ങനെയാണ് കറണ്ട് ഫ്ലോ വരുന്നതെന്ന്. ഓക്കെ, കറണ്ട് ഫ്ലോ ഇൻ ഫോർവേഡ് ബയാസ്, കറണ്ട് ഫ്ലോ ഇൻ ഫോർവേഡ് ബയാസ്. ഓക്കെ, ഒരു ഫോർവേഡ് ബയാസിൽ എങ്ങനെയാണ് കറണ്ട് ഫ്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ പറയുവാണ്, ഈ ഒരു ഫ്രീ അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും, അവിടെ വോൾട്ടേജ് സപ്ലൈ ചെയ്യും, ഫോർവേഡ് വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളൊരു പി എൻ ജംഗ്ഷൻ അവിടെ വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു പി എൻ ജംഗ്ഷൻ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുവാണ്. നമ്മൾ ആ പി എൻ ജംഗ്ഷൻ എന്ത് ചെയ്യും, നമ്മളൊരു പൊളാരിറ്റി ആയിട്ട് നമ്മളവിടെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു പൊളാരിറ്റി ആയിട്ട് നമ്മൾ വോൾട്ടേജ് വരെ തന്നെ കണക്ട് ചെയ്യുവാണ്. ഓക്കെ, ഫോർവേഡ് ബയാസിംഗ് ആണ് കണക്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഫോർവേഡ് ബയാസിംഗ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരേണ്ടത്, ഇത് നമ്മുടെ പി റീജിയൻ ആയിരിക്കും, ഇത് നമ്മുടെ എൻ റീജിയനും ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫോർവേഡ് വോൾട്ടേജ്, ഓക്കെ, നമ്മൾ ഫോർവേഡ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദ എൻഡ് മൂവ് ടുവേഴ്സ് ദ ജംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്ത് തുടങ്ങും, നേരത്തെ പറഞ്ഞില്ലേ ഡ്രിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വരുമെന്ന്. കാരണം എന്തുകൊണ്ടാണ്, ഇവിടെ നെഗറ്റീവ് ചാർജാ, നെഗറ്റീവ് ചാർജ് ഇവിടെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ഇരിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യും, ആ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും, അവർ എന്ത് ചെയ്യും, ഇങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് it moves towards the junction. Free electrons in the end move towards the junction, leaving behind the positively charged atom. ഓക്കെ, ഇവിടെ ഇതിങ്ങോട്ട് മൂവ് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യും, പോസിറ്റീവ് അയോൺസ് മാത്രം ഇങ്ങനെ ലീവ് ചെയ്യും. ഓക്കെ, പോസിറ്റീവ് അയോൺസ് ഇങ്ങനെ ലീവ് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് മൂവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഹോൾസ് എന്ത് തുടങ്ങും, അവിടെ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരാൻ തുടങ്ങും. ഓക്കെ, ഹോൾസ് ഓൾസോ മൂവ്. വാലൻസ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം, മൂവ് ടുവേഴ്സ് ദ ഹോൾസ് ഇൻ ദ പി റീജിയൻ
വാലൻസ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? പി റീജിയനിൽ എന്ത് ചെയ്യുവാണ്? അവിടെ ഹോൾസ് ഇത് ലെഫ്റ്റ് സൈഡിലോട്ട് പോകും. ഓക്കെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോലെ ഈ ഹോൾസ് എന്ത് തുടങ്ങും? റൈറ്റ് സൈഡിലോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരാൻ തുടങ്ങും. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുവാണ്? അവിടെ ഒരു പോസിറ്റീവ് കറന്റ് ഫ്ലോ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നടക്കുന്നുണ്ട്. കാരണം ഈ എൻ റീജിയൻസ് ഇങ്ങോട്ട് വരുന്നു. ഈ എൻ റീജിയൻസ് ഇങ്ങനെ വന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്ത് തുടങ്ങും? ഇങ്ങോട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്ത് തുടങ്ങും. കണ്ടോ? ഈ റീജിയനിലോട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആണ് നമ്മൾ എന്ത് പറയുന്നത്? കറന്റ് എന്ന് പറയുന്നത്. ഓക്കെ. മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? കറന്റ് എന്ന് ഇവിടെ പറയുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. ഇത് ഞാൻ തൊട്ട് മുൻപേ പറഞ്ഞ കാര്യം തന്നെയാണ്. ടെക്സ്റ്റ് 2 ടോപ്പിക് നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പറഞ്ഞതേ ഉള്ളൂ. കറന്റ് ഫ്ലോ നടക്കുന്ന ആ ഒരു കേസ് എങ്ങനെയാണ്? എൻ റീജിയനിലുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ട് മൂവ് ചെയ്ത് തുടങ്ങും. പി റീജിയൻ ഇങ്ങോട്ട് മൂവ് ചെയ്ത് തുടങ്ങും. ആ സമയത്ത് എക്സസ് ആയിട്ട് വരുന്ന വാലൻസ് ഇലക്ട്രോൺസ് എന്ത് തുടങ്ങും? ഇതുവഴി ഇങ്ങനെ മൂവ് ചെയ്യും. കുറച്ചുകൂടെ റീകോമ്പിനേഷൻ നടക്കും. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? ഈ ലൈനിൽ കൂടി ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ. അപ്പോൾ ഒരു കൺക്ലൂഷൻ പറയുവാണെങ്കിൽ നമുക്ക് പറയാം the free electrons from the negative terminal continue to pour into the n region while the free electrons in the n region move towards the junction. Okay. ഈ നമ്മൾ n റീജിയനിലെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ജംഗ്ഷനിലോട്ട് മൂവ് ചെയ്ത് തുടങ്ങും. Then the electrons travel to the n region as the free electron. That is current the n region is free electron. Okay. അപ്പോൾ n റീജിയനിൽ കറണ്ട് ഫ്ലോയ്ക്ക് കാരണമാകുന്ന ആരാണ്? അവിടുത്തെ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. എക്സസ് ആയിട്ട് വരുന്ന ഫ്രീ ഇലക്ട്രോൺസ് ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ കറണ്ട് ഫ്ലോയ്ക്ക് കാരണമായിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ അതൊന്ന് നോക്കിയിരുന്നാൽ മതി. ഇതാണ് അവിടുത്തെ കറണ്ട് ഫ്ലോയുടെ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ. കറണ്ട് ഫ്ലോയുടെ റീസൺ. ഓക്കെ. പിന്നീട് ഇതിൽ വേറൊരു കാര്യം കൂടി പറയേണ്ടത് ഈ നമ്മുടെ ഹോൾസുമായിട്ട് ഹോൾസുമായിട്ട് റീകോമ്പിനേറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് വാലൻസ് ഇലക്ട്രോൺസ് ആയിട്ട് മാറുന്നത്. ഓക്കെ. അവിടുത്തെ ഫ്രീ ഇലക്ട്രോൺസ് വന്ന് നമ്മുടെ ഹോൾസുമായിട്ട് എന്ത് ചെയ്യും? ഇവിടെ റീകോമ്പിനേഷൻ നടക്കും. ഓക്കെ. അപ്പോൾ റീകോമ്പിനേഷൻ നടക്കുന്ന സമയത്ത് എന്തായിട്ട് മാറും? ഇതൊരു വാലൻസ് ഇലക്ട്രോൺസ് ആയിട്ട് അവിടെ മാറും. ഈ വാലൻസ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് ജമ്പ് ചെയ്യുന്നു. ഇവിടുന്ന് ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് വരുന്നു. ഹോൾസുമായിട്ട് റീകോമ്പിനേറ്റ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഇലക്ട്രോൺസ് എല്ലാം നിൽക്കും. ഓക്കെ. ബാക്കിയുള്ളവർ ഹോൾസ് റീകോമ്പിനേറ്റ് ചെയ്യുന്നു. ഈ റീകോമ്പൈൻ ചെയ്തിട്ട് അത് ആരായിട്ട് മാറും? വാലൻസ് ഇലക്ട്രോൺ ആയിട്ട് മാറും. ഈ വാലൻസ് ഇലക്ട്രോൺ ആയാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒരിക്കലും ഹോൾസിന് എന്ത് ചെയ്യാൻ പറ്റില്ല? പുറത്തോട്ട് ചാടാൻ പറ്റില്ല. ഈ ക്രിസ്റ്റലിന്റെ പുറത്ത് ഹോൾസിന് എക്സിസ്റ്റൻസ് ഇല്ല. ഹോൾസ് എന്ന കൺസെപ്റ്റ് എപ്പോഴും നമ്മുടെ ക്രിസ്റ്റലിനകത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന് ഈ ഫ്രീ ഇലക്ട്രോൺസിനും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. ഈ പുറത്തിറങ്ങണമെങ്കിൽ അത് എന്തായിട്ട് മാറണം? വാലൻസ് ഇലക്ട്രോൺസ് ആയിട്ട് മാറണം. അപ്പോൾ വാലൻസ് ഇലക്ട്രോൺ മാറുന്നത് എങ്ങനെയാണ്? ഈ ഹോൾസുമായിട്ട് റീകോമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവരിവിടെ ആ വാലൻസ് ഇലക്ട്രോൺ ആയിട്ട് മാറുന്നത്. ഈ വാലൻസ് ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്? ഈ റീജിയനിൽ കൂടി മൂവ് ചെയ്ത് ഇതിന്റെ പുറത്തൊരു സർക്യൂട്ട് അവിടെ കംപ്ലീറ്റ് ആകുന്നത്. മനസ്സിലായോ? ഫ്രീ ഇലക്ട്രോൺസ് ഇവിടെ വരുന്നു. ഇതുവരെ റീകമ്പൈൻ ചെയ്യുന്നു. റീകമ്പൈൻ ചെയ്ത് വാലൻസ് ഇലക്ട്രോൺ ആയിട്ട് മാറുന്നു. വാലൻസ് ഇലക്ട്രോൺ മാറിയ ശേഷം എന്ത് ചെയ്യുന്നു? ഇത് പുറത്തോട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നു. ഓക്കെ. അതെപ്പോഴും ശ്രദ്ധിച്ചോളണേ. ഈ ഹോൾസ് ഒരിക്കലും പുറത്ത് നിൽക്കില്ല. ഓക്കെ. ഹോൾസ് എപ്പോഴും ക്രിസ്റ്റലിനകത്തുള്ള ആ ഒരു കൺസെപ്റ്റ് ആണ്. വേക്കൻസി നമ്മൾ വിളിക്കുന്നതിന് ഹോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പുറത്ത് ഒരു ലൈവ് വയറിൽ കൂടിയോ അങ്ങനെ പോകേണ്ട ഒരു എക്സിസ്റ്റൻസ് അവിടെ ഇല്ല. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഇല്ല നമുക്ക്. ബേസിക്കലി ഇലക്ട്രോണിക്സിലോ ഫിസിക്സിലോ അങ്ങനെ ഇല്ല. ഹോൾസ് എപ്പോഴും ക്രിസ്റ്റലിനകത്ത് മാത്രമേ അവിടെ നിൽക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ അത് നോക്കിയാൽ മതി. ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം? ഇപ്പോൾ ഈ റീജിയനിൽ കൂടി പോകുന്നുണ്ട്. ദെൻ അതെന്ത് ചെയ്യും? അവിടെ കറണ്ട് കണ്ടക്ഷന് സഹായമാവും. ഓക്കെ. Then these valence electron reach the left end of the crystal and they flow into the positive terminal of the battery. Okay. ലെഫ്റ്റ് സൈഡിലെത്തുന്നു. പോസിറ്റീവ് ടെർമിനലിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഫ്ലോ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ. അതാണ് അവിടുത്തെ കറണ്ട് കണ്ടക്ഷന് കാരണമായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും? ഒരു കറണ്ട് കണ്ടക്ഷൻ അവിടെ ഈ ഒരു ഡയറക്ഷനിൽ അവിടെ നടക്കും. ഓക്കെ. അപ്പോൾ ഈ ഒരു ടോപ്പിക് ഒന്ന് നോക്കുക. ഇതാണ് നമ്മുടെ പി എൻ ജംഗ്ഷന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഇതിൽ പി എൻ ജംഗ്ഷനിൽ തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഇതിന്റെ വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ. നമുക്ക് ഇതിന്റെ വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. കാരണം ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തീരില്ല. നമുക്ക് അതിന്റെ ഫോർവേഡ് ബയാസിന്റെയും റിവേഴ്സ് ബയാസിന്റെയും വോൾട്ടേജ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അവിടെ നോക്കാനായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് റിവേഴ്സ് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് പി എൻ ജംഗ്ഷൻ ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഫോർമേഷൻ ഓഫ് പി എൻ ജംഗ്ഷൻ നമ്മൾ പറഞ്ഞുണ്ടോ? ഇന്ത്യൻ മെറ്റൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അവിടെ എൻ ടൈപ്പ് ജെർമേനിയത്തിന്റെ കൂടെ നമ്മൾ പ്ലേസ് ചെയ്യുകയാണ്. പ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അതവിടെ നമ്മൾ പിന്നെ ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യുന്ന ലിക്വിഡ് ഫോമിലോട്ട് മാറും. ഹീറ്റ് ചെയ്ത് ലിക്വിഡ് ഫോമിലോട്ട് മാറിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് കൂൾ ചെയ്യുന്നുണ്ട്. കൂൾ ചെയ്യുന്ന സമയത്ത് അവിടെ പി ടൈപ്പ് മെറ്റീരിയലും എൻ ടൈപ്പ് മെറ്റീരിയലോട്ട് മാറും. സോ ഇന്ത്യൻ ബട്ടൺ മീൻസ് അത് ടോപ്പ് മോസ്റ്റിൽ വരുന്നതാണ്. ടോപ്പ് മോസ്റ്റ് പോർഷൻ എന്തിനു വേണ്ട? നമുക്ക് എക്സ്റ്റേണൽ കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ അതിന്റെ വർക്കിംഗ്സ് എല്ലാം ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ടെമ്പറേച്ചർ റേഞ്ചും അതെല്ലാം ഒന്ന് ലെക്ചർ നോട്ടുകൂടി എഴുതി വെച്ച് പഠിച്ചാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇത് തന്നെ വായിച്ച് നോക്കാതെ ലെക്ചർ നോട്ടുകൂടി എന്ത് ചെയ്യുക? കുറച്ച് കാര്യങ്ങൾ എഴുതുക. പിന്നെ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഓഫ് പി എൻ ജംഗ്ഷൻ ആണ്. എങ്ങനെയാണ് ആ ഡിപ്ലീഷൻ ലെയർ അവിടെ ഫോം ചെയ്യുന്നത്? ആ ഡിപ്ലീഷൻ ലെയർ എങ്ങനെ ഫോം ചെയ്യുന്നു? ദെൻ അതുപോലെ ആ ഒരു ഇലക്ട്രോൺസ് ഹോൾസ് ഒക്കെ റീകമ്പൈൻ ചെയ്യുന്നതും ആ ഡിപ്ലീഷന്റെ ഫോർമേഷൻ പറയുന്നുണ്ട്. ദെൻ പിന്നീടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അവിടെ ബാരിയർ പൊട്ടൻഷ്യൽ അവിടെ വരുന്നത്. ഓക്കെ. ഒരു പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ആ ജംഗ്ഷനിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് എന്ത്? ഇറ്റ് ഈസ് കോൾഡ്
ബാരിയർ പൊട്ടൻഷ്യൽ. ഓക്കെ, നമുക്ക് V0 റെപ്രസെന്റ് ചെയ്യാം. അതാണ് എന്തെന്ന് പറയുന്നത്, അവിടുത്തെ ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് എ PN ജംഗ്ഷൻ. അപ്പോൾ അത് ഡിഫറെന്റ് പാരാമീറ്റേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡോപ്പിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും, ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും, ആ മെറ്റലിനെ, നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കണ്ടക്ടർ മെറ്റീരിയൽ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സിലിക്കൺ ആണെങ്കിൽ V0 വാല്യൂ 0.7ഉം ജെർമേനിയം ആണെങ്കിൽ എത്രയാണ് വരുന്നത്, നമുക്ക് 0.3 ആണ് വരുന്നത്. പിന്നെ നമ്മൾ ആ ഒരു DC വോൾട്ടേജ് PN ജംഗ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ് നമ്മൾ എന്താണ്, ബയാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ബയാസിംഗ് PN ജംഗ്ഷൻ. അപ്പോൾ ബയാസിംഗ് സ്റ്റേറ്റ് നമുക്ക് 2 തരത്തിലുണ്ട്. ഒന്ന് ഫോർവേഡ് ബയാസിംഗും മറ്റൊന്ന് റിവേഴ്സ് ബയാസിംഗും ആണ്. ഓക്കെ, ബാറ്ററിയുടെ പോസിറ്റീവ് പി റീജിയനിലും നെഗറ്റീവ് എൻ റീജിയനിലും കണക്ട് ചെയ്താൽ അത് ഫോർവേഡ് ബയാസിംഗ്, ഇല്ല റിവേഴ്സ് ചെയ്ത് കണക്ട് ചെയ്യണമെങ്കിലോ അതെന്തായിരിക്കും, അത് നമുക്ക് അവിടെ റിവേഴ്സ് ബയാസിംഗ് ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഫോർവേഡ് ബയാസിംഗ് ബന്ധപ്പെടുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. ഫോർവേഡ് ബയാസിംഗ് പൊട്ടൻഷ്യൽ ബാരിയർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, ലോ റെസിസ്റ്റൻസ് ആയിരിക്കും, കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് കറണ്ട് ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യും. ഇനി റിവേഴ്സ് പാത്ത് ആണെങ്കിലോ, റിവേഴ്സ് ബയാസിംഗ് ആണെങ്കിലോ, റിവേഴ്സ് ബയാസിംഗ് ആ സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നില്ല, പൊട്ടൻഷ്യൽ ബാരിയർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റൻസ് കുറയുന്നില്ല, റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കറണ്ട് ഫ്ലോ അവിടെ നടക്കുന്നില്ല. ഓക്കെ, ഡസൻ കണ്ടക്ട് കറണ്ട് ഫ്ലോ നടക്കില്ല. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഒരു കറണ്ട് ഫ്ലോയുടെ കേസാണ് പറഞ്ഞത്, അതാണ് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ എന്ത് ചെയ്യുന്നു, നമ്മുടെ എൻ റീജിയനിൽ ഇലക്ട്രോൺസ് ഉണ്ട്, എൻ റീജിയനിൽ ഇലക്ട്രോൺസ് ഈ റീജിയനിലെ ഹോൾസിനായിട്ട് റീകമ്പൈൻ ചെയ്യും, റീകമ്പൈൻ ചെയ്ത് അത് വാലൻസ് ഇലക്ട്രോൺസ് ആയിട്ട് മാറും. ആ വാലൻസ് ഇലക്ട്രോൺസ് എന്ത് ചെയ്യണം, പുറത്തോട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ ഫ്ലോയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കറണ്ട് കണ്ടക്ഷൻ ആയിട്ട് മാറുന്നത്. ഇത് നമ്മുടെ ആ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഈ പ്രോബ്ലം അവിടെ നടക്കുന്നത്. ഓക്കെ, ഈ പ്രോസസ് അവിടെ നടക്കുന്നത്. അതാണ് കറണ്ട് ഫ്ലോയിനെ PN ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കറണ്ട് ഫ്ലോ. പിന്നെ വരുന്നത് നമുക്ക് ഈ ഒരു കേസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്, വോൾട്ടേജ് ആംബിയർ അതായത് VA കാരക്ടറിസ്റ്റിക്സ് ഓഫ് എ PN ജംഗ്ഷൻ. അതായത് നമ്മളിതിന്റെ നമ്മുടെ വോൾട്ടേജ് മാറ്റുന്നതനുസരിച്ച് കറണ്ട് ഉണ്ടാകുന്ന വേരിയേഷൻ നമുക്ക് അവിടെ നോക്കണം. ഓക്കെ, ഫോർവേഡ് ബയാസിംഗിലും റിവേഴ്സ് ബയാസിംഗിന്റെ കേസിലൊക്കെ നമുക്ക് അവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അതോടെ ആ സമയം നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് കംപ്ലീറ്റ് ആവും. ബട്ട് അത് കുറച്ച് ഡീറ്റെയിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്ക് വരുന്നത്, ഇതിൽ ഓരോ ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ പഠിക്കണം. ഈ ഗ്രാഫ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ ഇതിന്റെ കൂടെ വരുന്ന ടോപ്പിക്കിന് നിങ്ങളുടെ മൂന്നാമത്തെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ഈ ബ്രേക്ക് ഡൗൺ നീ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്രാഫും അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്ക് ഡൗൺ നീ വോൾട്ടേജ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കാരണം അത് ഒറ്റ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഒക്കെ വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അതുകൂടി കഴിയുന്ന സമയത്ത് പിന്നെ നമുക്ക് വരുന്ന ഒരു ടോപ്പിക് കൂടെ ഉള്ളൂ, അതാണ് നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഡയോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സ്പെഷ്യൽ പർപ്പസ് ഡയോഡ്സ് രണ്ടെണ്ണമാണ് നമുക്ക് അതിൽ പഠിക്കാൻ വരുന്നത്. ഒന്ന് LED-യും മറ്റൊന്ന് ഫോട്ടോ ഡയോഡും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ.